وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذا اليوم وخير ما بعده، ونعوذ بك من شر ما في هذا اليوم وشر ما بعده يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച വിശ്വപ്രസിദ്ധമായ അൽ-ഉസൂലു സലാസ എന്ന റിസാലയുടെ വിശദീകരണത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ശരിക്കു പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്കെല്ലാവർക്കും അവൻ്റെ മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ-ഉസൂലു സലാസ എന്നീ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ വിഷയത്തിലേക്കുള്ള മുഖവുരയായി ആമുഖമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കിതാബിൻ്റെ ആദ്യത്തെ 3 ഭാഗം അതിനുവേണ്ടിയാണ് ഷെയ്ഖ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിലാദ്യമായി ചർച്ച ചെയ്യുന്ന അൽ മസാഇലുൽ അർബഅ, സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിച്ച 4 കാര്യങ്ങളാണ്. അതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. യഅലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസാഇൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് കരുണ ചെയ്യട്ടെ. പഠിക്കുന്ന ആൾക്ക് വേണ്ടി, ഇത് വായിക്കുന്ന ആൾക്ക് വേണ്ടി ഷെയ്ഖ് ദുആ ചെയ്യുകയാണ്. നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസാഇൽ. 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കൽ, അറിയൽ നിർബന്ധമാണ്. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അൽ ഊല അൽ ഇൽമു, അറിവുണ്ടായിരിക്കണം എന്നതാണ്. അറിവുണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് അറിവുണ്ടാകേണ്ടത്? ഓരോ മുസ്ലിമിനും നിർബന്ധമായി അവൻ അറിഞ്ഞിരിക്കേണ്ടുന്ന അറിവെന്താണ്? 1 മഅരിഫത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയുക. 2 മഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക. 3 മഅരിഫത്തു ദീനുൽ ഇസ്ലാമി ബിൽ അദില്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് അവൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇബാദത്തുകളെക്കുറിച്ച്, അവൻ്റെ നിർബന്ധമായ ബാധ്യതകളെക്കുറിച്ച്, ഇതെല്ലാം തെളിവുകൾ സഹിതം പഠിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിൻ്റെ ദീൻ, അതിനെക്കുറിച്ചുള്ള സാമാന്യ വിവരം. അറിവുണ്ടായിരിക്കുക. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു അൽ അമലു ബിഹി. അറിവ് നമ്മൾ എന്തിനാണ് നേടുന്നത്? അറിയാനല്ല, വെറുതെ പഠിക്കാനല്ല, കേൾക്കാനല്ല, മറിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതാണ്. നേടിയ അറിവനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എല്ലാവരും ഇവിടെ ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇത് വിശദമായി നമ്മൾ സംസാരിക്കേണ്ട, കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്ത ആളുകൾ സാധിക്കുമെങ്കിൽ അതിൻ്റെ റെക്കോർഡ് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് 2 കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സുപ്രധാനമായ കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ റസൂലിനെ കുറിച്ച്, ദീനിൽ നമ്മൾ അറിയേണ്ടുന്ന നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം, എല്ലാ ഓരോരുത്തർക്കും. രണ്ടാമതായി അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം.
പ്രവർത്തിക്കണം. മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലൈഹി. അസാലിസതു, ഈ 4 മസ്അലകളിലെ മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കണം, ആളുകൾ അതിലേക്ക് പ്രബോധനം ചെയ്യണം. ആരാണ് ദഅവത്ത് ചെയ്യേണ്ടവർ? ആരാണ് പ്രബോധനം നടത്തേണ്ടവർ? എല്ലാവരും അത് ചെയ്യണം. എല്ലാവർക്കും അത് ബാധ്യതയുണ്ട്. പണ്ഡിതന്മാർ വിഷയത്തിൽ പറഞ്ഞു, എല്ലാവരും അവർക്ക് സാധിക്കുന്നത് പോലെ ദഅവത്ത് ചെയ്യണം, ഒരു നിലയിലല്ലെങ്കിൽ മറുനിലയിൽ. ഇപ്പോൾ ഒരു തിന്മ ഒരുപോലെ ചെയ്യുന്ന 2 വ്യക്തികൾ, രണ്ടാളും തിന്മയിലാണ്, രണ്ടാളും മാസിയത്തിലാണ്. ആ തിന്മ ചെയ്യുന്ന രണ്ടാളൊരു വ്യക്തി മറ്റവനോട് പറയണത് പാടില്ല എന്ന്. രണ്ടാൾ തിന്മയിലാണെങ്കിലും ഒരാളോടൊപ്പം മറ്റാൾ അയാൾ ചെയ്യുന്ന തിന്മയിൽ സഹകരിക്കുകയാണെങ്കിൽ പറയണം. ആ തെറ്റിലായിട്ടും അവന് പറയാൻ സാധിക്കണം, ഇത് പാടില്ലാത്തതാണ്. അപ്പോൾ പോലും നമ്മൾ ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാനോ നിർബന്ധമായ കാര്യങ്ങൾ പറയാതിരിക്കാനോ പാടില്ല എന്നുള്ളതാണ്. എല്ലാവരും അവർക്കറിയുന്ന കാര്യങ്ങളിലേക്ക് ആദ്യം സ്വന്തത്തോടാണ് അവൻ കൽപ്പിക്കേണ്ടത്. സ്വന്തം ജീവിതത്തിലെ നടപ്പിലാക്കണം. താൻ ചെലവിന് കൊടുക്കുന്ന തൻ്റെ വീട്ടിലുള്ളവരോട് കൽപ്പിക്കണം. വിലക്കേണ്ട കാര്യങ്ങൾ വിലക്കണം. തൻ്റെ അയൽവാസികളോട്, തൻ്റെ കുടുംബത്തിലുള്ളവരോട്. ഓരോരുത്തരുടെ ഇൽമും അമലും അനുസരിച്ച് ദഅവത്ത് നിർവഹിക്കണം. എന്നാൽ എല്ലാവരും പ്രബോധകന്മാരായി, ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നവരായി, ദർസ് എടുത്തു കൊടുക്കുന്നവരായി, ഫത്വ കൊടുക്കുന്നവരായി ചമഞ്ഞിരിക്കണം എന്നാണോ? അല്ല. അതിന് യോഗ്യരായ ആളുകൾ ഉണ്ടാവണം. അത് ദീനാഴത്തിൽ പഠിക്കുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പണ്ഡിതന്മാർ, ഉലമാക്കൾ ആ ദൗത്യം നിർവഹിക്കണം. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിത്തറ ഇതറിയാത്തവൻ മുസ്ലിമല്ല. അത് നമുക്കറിയാം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാവൂ. പ്രാർത്ഥനയും സഹായത്തേട്ടവും ബലിയും നേർച്ചയും അള്ളാഹുവിന് മാത്രം. ഇതറിയുന്ന ഒരു മുസ്ലിം, ഒരു മുവഹിദ്, ഇതറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ജാറത്തിൽ പോയി ജാറത്തിലെ മൂപ്പരോട് തേടുന്നവരോട് അത് പാടില്ല, അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വീട്ടിൽ പച്ചയായ ഹറാമ നടക്കുക, നമ്മൾ ചെലവിന് കൊടുക്കുന്ന, നമ്മൾ പടുത്തുണ്ടാക്കിയ, നമ്മൾ ചോര നീരാക്കി കഷ്ടപ്പെട്ട് നമ്മൾ പടുത്തുയർത്തി നമ്മളെ വീട്ടിൽ ഒരു ഹറാമ് ഒരു വീട്ടിൽ നടക്കാൻ എന്താ പറയാ, വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്, നമ്മളെ ഈ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എമ്പാടും ഹറാമിന്റെ എന്താ പറയാ കുത്തൊഴുക്ക് അതിൽ തന്നെ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. വിലക്കാൻ സാധിക്കണം. ഒരു മ്യൂസിക്കിന്റെ അകമ്പടി കണ്ടു, ഫോണിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഹറാമ് നമ്മുടെ വീട്ടിലുള്ളവർ കാണുന്നു, വിലക്കാൻ സാധിക്കണം. ഇത് ദഅവത്താണ്. ഹറാമ് ചെയ്യരുത്, നിർബന്ധമായ നന്മകൾ പ്രവർത്തിക്കണം. ഇത് ഓരോരുത്തരും അവന്റെ കഴിവനുസരിച്ച്, അവന്റെ ഇൽമനുസരിച്ച് ചെയ്യേണ്ടതാണ്. മറിച്ച് ദീനിന്റെ വിശദാംശങ്ങളിലേക്ക് സംശയം ചോദിച്ചാൽ മറുപടി കൊടുക്കാനും, ഒരു വിഷയത്തിൽ അഭിപ്രായം തേടിക്കഴിഞ്ഞാൽ അതിന്റെ ശർഈയായ വശം പറഞ്ഞു കൊടുക്കാനും, ആളുകളെ ദീനിന്റെ മസലകൾ പഠിപ്പിച്ചു കൊടുക്കാനും അതിന് യോഗ്യരായവർ നിർവഹിക്കണം. അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നെല്ലും ബദിരും വേർതിരിച്ച് അഭിപ്രായം പറയാനൊക്കെ സാധിക്കുന്നവർ അത് യോഗ്യരായ ആളുകളായിരിക്കണം, ഉലമാക്കളായിരിക്കണം. അവിടെ ദീനിന്റെ യാതൊരു അടിസ്ഥാനം അറിയാത്തവർ, മുറിവൈദ്യന്മാർ, ആളെ കൊല്ലുന്നവരായി എന്ത് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും ചമഞ്ഞിരിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നാവിട്ടടിക്കാൻ, സംസാരിക്കാൻ കഴിയുന്നവരൊക്കെ ഇന്ന് പണ്ഡിതന്മാരാണ് ആളുകളുടെ മുമ്പിൽ. മൈക്കിന്റെ മുമ്പിൽ പ്രഭാഷണ മികവ് കൊണ്ട്, വാക്ചാതുരി കൊണ്ട് ആളുകളെ മലർത്തിയടിക്കാൻ സാധിക്കുന്നവരൊക്കെ ആളുകൾക്ക് ഇന്ന് പണ്ഡിതന്മാരാണ്. ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കറിയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ നമ്മുടെ അറിവിന്റെ പരിധിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അദ്ദഅവതു ഇലൈഹി, ഇതാണ് മൂന്നാമത്തെ കാര്യം. കാരണം ഇതാരും തറവാട്ടുവകയല്ല, ഇതാരെ കുടുംബ സ്വത്തോ, ഇതാർക്ക് അള്ളാഹു പ്രത്യേകം പതിച്ചു തന്നതല്ല. ഞാൻ എൻ്റെ കുട്ടികളും കെട്ടികളും മാത്രം അറിഞ്ഞ് നമ്മൾ അതേപോലെ നമ്മളെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചോളാം. അങ്ങനെ ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വകാര്യ സ്വത്തായി പതിച്ചു തന്നതല്ല. അത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീൻ, അതിന്റെ നന്മ, അതിന്റെ സൗന്ദര്യം, അതിന്റെ വിശാലത, ആ ദീനിന്റെ കാരുണ്യം അതെല്ലാവർക്കും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മളാൽ കഴിയുന്നൊക്കെ വിളിച്ച്, ഒരുപക്ഷെ നമുക്ക് സംസാരിച്ച ആളുകളോട് തിരുത്തി കൊടുക്കാനോ അതല്ലെങ്കിൽ ഒരു നന്മ അറിയിച്ചു കൊടുക്കാനോ നമുക്കതിനുള്ള കഴിവുണ്ടാവില്ല. അറിയുന്നവരിലേക്ക് നമുക്ക് എത്തിക്കാലോ. അതല്ലെങ്കിൽ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാം, ഒരു ദർസിന് ക്ഷണിക്കാം,
ഒരു പുസ്തകം, ഒരു കിതാബ് വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാം. ഇന്റർനെറ്റിൽ, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള അത്തരത്തിലുള്ള പഠന സംരംഭങ്ങളിലേക്ക് അവരെ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടെങ്കിലും നമുക്കതിനു വേണ്ടി വഴിയുണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ ധാരാളം നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് ആളുകൾക്ക് ശരിയായ ദീനിന്റെ പ്രകാശം എത്തിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങളും മാധ്യമങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ഒന്നും സാധിക്കുന്നില്ല, പ്രബോധനം അതിനുവേണ്ടി ചെയ്യുന്ന ആളുകൾ, അതിനുവേണ്ടി ഒരുങ്ങുന്ന അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് പിന്തുണ നൽകുക. ഇതെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിലക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം അതെത്താത്ത ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ പങ്കാളികളാവണം. അതാണ് മൂന്നാമത്തെ കാര്യം. അദ്ദഅവതു ഇലൈഹി, അൽ ഇൽമു, അറിവുണ്ടാക്കുക, വൽ അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുക, അദ്ദഅവതു ഇലൈഹി, ആ കാര്യത്തിലേക്ക് ക്ഷണിക്കുക, പ്രബോധനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ദഅവത്തിന്റെ രീതിശാസ്ത്രം വിശദീകരിക്കുന്ന മഹത്തായ ആയത്ത് നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. നബിയെ പറയുക, നബിയെ, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്താണിത്. ആരിലേക്കാണ് ക്ഷണിക്കേണ്ടത്? നമ്മളിലേക്കാണോ? നമ്മളെ ടീമിലേക്കാണോ? നമ്മളെ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ സംഘടനയിലേക്ക്, നമ്മുടെ പാർട്ടിയിലേക്ക്? അല്ല, നമ്മൾ ക്ഷണിക്കേണ്ടത് അല്ലാഹുവിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ പറയണം, ഖുൽ, പറയുക നബിയെ, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. എന്താണ് എൻ്റെ മാർഗത്തിന്റെ പ്രത്യേകത? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടെ. ഞാൻ ക്ഷണിക്കുന്ന കാര്യത്തിൽ കൃത്യമായ അറിവെനിക്കുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്. എവിടെങ്കിലും കേട്ടതല്ല, എവിടെങ്കിലും കണ്ടതല്ല, എന്തെങ്കിലും ഒരു ധാരണയല്ല, എന്റെ ചിന്തയല്ല, എന്റെ ബുദ്ധിയിൽ ഉദിച്ച പുതിയൊരു ഗവേഷണമല്ല, ഞാനുണ്ടാക്കിയ പുതിയൊരു നയമല്ല, തത്വശാസ്ത്രമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉൾക്കാഴ്ചയുള്ള അറിവോടുകൂടിയുള്ള ക്ഷണമാണ്. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. ഇതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നമ്മുടെ ഗ്രൂപ്പിലോ പാർട്ടിയിലോ സംഘടനയിലോ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ആളുകളെ ക്ഷണിക്കേണ്ടത്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കണം. കാരണം ഇതൊരു ഇബാദത്താണ്. ഏതൊരു ഇബാദത്തും ഏതൊരു നന്മയും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 2 കണ്ടീഷനാണുള്ളത്. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടത്, നമ്മളിലേക്കല്ല, നമ്മുടെ പാർട്ടിയിലെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സംഘടനാ ശക്തി മാലോകർക്ക് മുമ്പിൽ തെളിയിപ്പിക്കാൻ വേണ്ടി കോടികൾ മുടക്കി സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അല്ലാഹുവിലേക്ക്. അല്ലാഹുവിന്റെ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ ദീൻ, ഇതിവിടെ ഉന്നതിയിലാകണം. നമ്മളെ സംഘടന താഴ്ന്നാലും നമ്മളെ പാർട്ടി ക്ഷയിച്ചാലും അല്ലാഹുവിന്റെ ദീൻ, അതിലേക്ക് നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി, നിസ്സങ്കുചിതമായി ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ രീതിശാസ്ത്രം. ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്, ഉൾക്കാഴ്ചയോടുകൂടി, അതായത് ഇൽമോടുകൂടി, അല്ലാഹുവിന്റെ ദീനിൽ ശരിയായ വിവരമുള്ളവനായി, ശറഈയായ വിജ്ഞാനം തേടിയവനായി ഞാനിതാ വഹയിന്റെ പിൻബലത്തിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, എങ്ങനെ റസൂൽ ക്ഷണിച്ചത്? എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത്? ഉഖാലയിലും മജന്നയിലും ദുൽമജാസിലും ആളുകൾ ഹജ്ജിനു വേണ്ടി സാർത്ഥവാഹക സംഘങ്ങൾ തമ്പടിക്കുന്ന ഇടങ്ങളിലെല്ലാം, 4 ആളുകൾ കൂടുന്നിടത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനമധ്യത്തിൽ ഇറങ്ങുകയാണ്. ഉയരമുള്ള പ്രദേശങ്ങളിൽ കയറുന്ന അവിടുന്ന് വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ, തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് ക്ഷണിച്ചത്. എന്നിട്ട് പറയണം, അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ആ മാർഗത്തിൽ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ ഇങ്ങനെ തന്നെയാണ് ദഅവത്ത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ പിൻപറ്റിയ സഹാബികൾ ഇങ്ങനെ തന്നെയാണ് ദഅവത്ത് ചെയ്തത്. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന, ക്ഷണിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ അറിവുണ്ടാക്കി, വിവരം നേടി, എന്നിട്ട് അതിനെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. ഇങ്ങനെയാണ് ഞാനും എന്റെ മാർഗത്തിലുള്ള ആളുകളും എന്നെ പിൻപറ്റിയവരും ഇങ്ങനെയാണ് ക്ഷണിക്കുന്നത്. ഇങ്ങനെയാണ് അള്ളാന്റെ റസൂലിനെ പിൻപറ്റുന്നവർ ക്ഷണിക്കേണ്ടതും. അത് നമുക്കുള്ള പാഠം.
റസൂലുള്ളാഹിയും റസൂലുള്ളാഹിനെ പിൻപറ്റിയ സ്വഹാബികളും സല്ലല്ലാഹു അലൈഹി വസല്ലം റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ ഇങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്തത്. ഇതുപോലെയായിരിക്കണം നബിയെ പിൻപറ്റുന്ന ഓരോരുത്തരുടെ കാലത്തും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നിർവഹിക്കേണ്ടത്. ദീനി പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം മനോഹരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ച ആയത്താണത്. സൂറത്ത് യൂസുഫിലെ 108 ആയത്ത് കുറിച്ചു വെക്കണം നാം. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്ത അവിടുത്തെ മഹത്തായ ദീനി പ്രബോധനത്തിന്റെ അകക്കാമ്പ് എന്താണ്? ആദ്യം പറഞ്ഞു അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചത്. അപ്പൊ തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ഇസ്ലാമിന്റെ പരമപ്രധാനമായ അടിത്തറയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും എക്കാലത്തും എപ്പോഴും പറഞ്ഞത്. അതോടൊപ്പം സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അള്ളാഹുവിന് ശിർക്ക് വെക്കുന്ന ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല, മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല. അപ്പൊ തൗഹീദിലേക്ക് ക്ഷണിക്കുക, ശിർക്കിനെ വിലക്കുക. തൗഹീദിലേക്ക് ക്ഷണിക്കുക, ശിർക്കിനെ വിലക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രബോധിത സമൂഹത്തോട് വിലക്കിയ ഏറ്റവും വലിയ തിന്മ, എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യം, അവിടുന്ന് മരണശയ്യയിൽ വേദന കടിച്ചമർത്തി ബോധക്ഷയം സംഭവിച്ച് ഇടക്ക് ബോധമൊന്ന് ഉണരുമ്പോൾ വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വേളയിൽ വരെ അവിടുന്ന് മന്ത്രിച്ചുകൊണ്ടേയിരുന്നത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത നസാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അവരെ വിളിച്ചു തേടി, അവരോട് ഇസ്തിഗാസ ചെയ്തു. അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനകളും ഇബാദത്തുകളും അവർക്ക് നൽകി. അതുകൊണ്ട് അവർക്ക് മേൽ അള്ളാഹുവിന്റെ നാശമുണ്ടാകട്ടെ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആ മാർഗത്തിൽ ആയേക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകി. മരണശയ്യയിൽ വരെ ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യുന്നു, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ അകക്കാമ്പ്. ഇന്നിത് ആളുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കുന്നില്ല. എന്താണ് നിങ്ങൾ പറയും? സമൂഹത്തിൽ എന്തൊക്കെ തിന്മ നടക്കുന്നുണ്ട്? സാമൂഹിക തിന്മകൾ, രാഷ്ട്രീയ അരാജകത്വങ്ങൾ, മുസ്ലിമീങ്ങളുടെ അരക്ഷിതാവസ്ഥ, അവർ അനുഭവിക്കുന്ന സാമൂഹിക വെല്ലുവിളികൾ, ലോക മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് സംസാരിക്കാനില്ല. എന്നും ഈ തൗഹീദ് ശിർക്കും തൗഹീദ് ഇത് തന്നെ. സഹോദരങ്ങളെ, എന്തു തിന്മകളും അതിനെ വേരോടെ മുച്ചൂടും പിഴുതെറിയാൻ അള്ളാഹുവിലുള്ള തൗഹീദ് ഊട്ടിയുറപ്പിച്ചാൽ അല്ലാതെ സാധിക്കുകയില്ല. ഏത് നന്മകൾ അവനുണ്ടായാലും, എത്രമേൽ അവൻ സാമൂഹിക കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാലും, ഷിർക്കിലാണെങ്കിൽ എന്താണ് കാര്യമുള്ളത്? ഏത് നന്മയാണ് അള്ളാഹു സ്വീകരിക്കുക? പരിശുദ്ധ ദീൻ ഇസ്ലാം, ദീനിന്റെ ഭാഷയിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ തിന്മന്ത മദ്യപാനമാണോ, വ്യഭിചാരമാണോ, പലിശയാണോ, കൊള്ളയാണോ, കൊലപാതകമാണോ, കൊള്ളരുതായ്മയാണോ? അല്ല. എന്താണ് ഏറ്റവും വലിയ തിന്മ? നരകം കാലാകാലം ഹറാമാകുന്ന, നരകം കാലാകാലം നിർബന്ധമാകുന്ന, സ്വർഗം കാലാകാലം ഹറാമാകുന്ന, അതിലായി മരിച്ചാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ തിന്മ ഏതാണ്? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ തിന്മ ഏതാണ്? ഇന്ന ശിർക ലളുൽമുൻ അളീം, അല്ലാഹുവിൽ പങ്കു ചേർക്കുക, അല്ലാഹുവിനെ വകവെച്ചു കൊടുക്കേണ്ടുന്ന ഇബാദത്തിന്റെ ഏതംശമാണെങ്കിലും അതത്ര ചെറുതാണെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വഴിതിരിച്ചു വിടുക എന്ന ശിർക്ക് എന്ന കൊടിയ തിന്മയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ളുൽമുൽ അളീം, ഏറ്റവും കടുത്ത പാതകം. ഇത് ശബ്ദിക്കാൻ, ഇത് ജനമധ്യത്തിൽ നട്ടല് നിവർത്തി പ്രഖ്യാപിക്കാൻ മുവഹിദുകൾക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധന രീതിശാസ്ത്രം, അതിൽ വെള്ളം ചേർക്കുകയും കൈകടത്തലുകൾ സംഭവിക്കുകയും ഇസ്ലാമിന്റെ പ്രബോധന നയം അത് കീഴ്മേൽ മറിക്കപ്പെടുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ വക്താക്കൾ പ്രബോധിത സമൂഹത്തിൽ ഉറഞ്ഞുതുള്ളുന്ന കാലഘട്ടത്തിലാണ് നമ്മളിത് പറയുന്നതെന്ന് ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന നയം, പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം ഇതാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് സാധിക്കുന്ന വിധം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ഇതിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ നിസ്വാർത്ഥമായി പങ്കുചേരണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇതാണ് മൂന്നാമത്തെ മസ്അല, അദ്ദഅവതു ഇലൈ. നാലാമത്തെ കാര്യം അസ്സബ്റു അലൽ അദാ ഫീഹി. അർറാബിഅതു, കിതാബ് കയ്യിലുള്ളവർ ശ്രദ്ധിക്കുക, അസ്സബ്റു അലൽ അദാ ഫീഹി. അസ്സബ്റു എന്ന് പറഞ്ഞാൽ ക്ഷമ, അലൽ അദാ ഫീഹി, ഈ മാർഗത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾക്കുമേൽ
ക്ഷമിക്കുക, ക്ഷമയുണ്ടാകുക. അസ്വബർ, ക്ഷമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം തന്നെ അറബിയിൽ ഹബ്സ് എന്നാണ്. എന്താണ് ഹബ്സ് എന്ന് പറഞ്ഞാൽ? തടഞ്ഞു വെക്കുക, പിടിച്ചു വെക്കുക, കടിഞ്ഞാണിടുക. ശറഇൽ ദീനിൽ അതിന്റെ അർത്ഥം ഹബ്സുൻ നഫ്സി അല അശ്യാഇൻ വഅൻ അശ്യാഇൻ, ചില കാര്യങ്ങൾക്കുമേൽ സ്വന്തം നഫ്സിനെ കടിഞ്ഞാണിടുകയും ചില കാര്യങ്ങളിൽ നിന്ന് സ്വന്തം നഫ്സിനെ നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യുക. ഇതാണ് ശറഇൽ ക്ഷമയുടെ അർത്ഥം. പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദമായി വിശദീകരിച്ചു. ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ക്ഷമ 3 രൂപത്തിലാണ്. ഒന്ന്, അസ്വബ്റു അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള ക്ഷമ. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ മരണം വരെ, പ്രായപൂർത്തിയായത് മുതൽ, ശറഇന്റെ നിയമങ്ങൾ ബാധകമാകുന്നത് മുതൽ മരണം വരെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ മുറുകെ പിടിക്കാൻ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് ക്ഷമ വേണം. അസ്വബ്റു അലാ ത്വാഅത്തില്ലാ വേണ്ടേ? കൃത്യമായ നിസ്കാരം നിർവഹിക്കാൻ, 5 നേരവും അത് മസ്ജിദിലെത്തി നിർവഹിക്കാൻ. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ തന്നെ അത് ജമാഅത്തായി നിർവഹിക്കാൻ. ആ നിസ്കാരങ്ങളിൽ തന്നെ ഫജ്ർ നിസ്കാരത്തിന് നേരത്തെ എഴുന്നേറ്റ്, പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴയും തണുപ്പൊക്കെ അവഗണിച്ച് കിടക്കപ്പായിൽ നിന്ന് പാർശ്വം അകറ്റപ്പെട്ട് മസ്ജിദിലെത്താൻ, അള്ളാഹുവിന്റെ മസ്ജിദിലെ വിളിയാളങ്ങൾക്ക് ഉത്തരം നൽകാൻ, അതിനുമപ്പുറത്ത് തഹജ്ജുദിന് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് അവകാശപ്പെട്ടവർക്ക് പകുത്തു നൽകാൻ, ശരീരവും സമ്പത്തും ഊർജവും ആരോഗ്യവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് പരിശുദ്ധ ഹറമിൽ പോയി ഹജ്ജ് ചെയ്യാൻ. ഏത് ഇബാദത്തിനാണ് ക്ഷമ വേണ്ടാത്തത്? നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടി ഒരു 3 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ പോലും നമുക്ക് സമയമില്ല. ക്ഷമ വേണ്ടേ? ക്ഷമയില്ലാത്തവൻ ആ 3 അസ്തഗ്ഫിറുല്ലാക്ക് വരെ സാധിക്കൂല. ഏത് നന്മക്കാണ് നമുക്ക് ക്ഷമ വേണ്ടാത്തത്? അതുകൊണ്ടൊരു മുഅ്മിൻ ആദ്യം വേണ്ട ക്ഷമ അസ്സബ്റു അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനുള്ള ക്ഷമയാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ക്ഷമയാണ്. ഇതാണ് ഒരു മുഅ്മിന് വേണ്ട അനിവാര്യമായ ക്ഷമകളിൽ ഒന്നാമത്തെ ക്ഷമ, അസ്സബ്റു അലാ ത്വാഅത്തില്ലാ. രണ്ടാമത്തെ ക്ഷമ അസ്സബ്റു അൻ മഅസിയത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാതെ ജീവിക്കാൻ, ഹറാമുകൾ പ്രവർത്തിക്കാതിരിക്കാൻ, തിന്മകൾക്ക് വശംവദനാവാതിരിക്കാൻ ഒരു മുഅ്മിന് ക്ഷമ വേണം. ക്ഷമയില്ലാത്തവന് ഏത് തിന്മയും അവന്റെ ജീവിതത്തിൽ നന്മ പോലെ അവൻ കൊണ്ടാടും. സംശയമുണ്ടോ? ക്ഷമയില്ലാത്തവൻ എന്ത് തിന്മയും അവൻ നടപ്പിലാക്കും. അവന്റെ ജീവിതത്തിൽ അവൻ തിന്മയുടെ സഹചാരിയും സഹവാസിയുമായിരിക്കും. ക്ഷമ ഉണ്ടെങ്കിലേ ഹറാമിൽ നിന്ന് കണ്ണിനെ തൊട്ട്, കാതിനെ തൊട്ട്, ചിന്തയെ തൊട്ട്, പ്രവർത്തനത്തെ തൊട്ട്, ഇരുത്തത്തിലും നടത്തത്തിലും മൗനത്തിലും അവന്റെ ശബ്ദം അവൻ പുറപ്പെടുവിക്കുന്നതിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ഹറാം ഒഴിച്ചു നിർത്തി തിന്മകളിലേക്ക് പോകാതെ കടിഞ്ഞാണിടാൻ ക്ഷമ വേണം. ക്ഷമയില്ലാത്തവനത് സാധിക്കില്ല. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോ നന്മകൾ പ്രവർത്തിക്കാൻ നമുക്ക് ക്ഷമ വേണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. ഈ 2 ഇടവും വലവും ബാലൻസ് ചെയ്തിട്ടാണ് ഒരു മുഅ്മിന്റെ സഞ്ചാരം. ഒരു വശത്ത് നന്മകൾ പ്രവർത്തിക്കാൻ ക്ഷമ അവലംബിക്കുന്നു, മറുവശത്ത് തിന്മകൾ മാടി വിളിക്കുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ ക്ഷമ അവലംബിക്കുന്നു. ഈ 2 വലതും ഇടതുമാകുന്ന നന്മകളിലുള്ള ക്ഷമ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ, ഇതിലൂടെയാണ് ഒരു മുഅ്മിനിന്റെ സഞ്ചാരമെങ്കിൽ ഇതിനിടയിലൂടെ അവൻ നേരിടേണ്ടി വരുന്ന ക്ഷമയുടെ മറ്റൊരു ഘട്ടമുണ്ട്. അതെന്താണ്? അസ്സബ്റു അലാ അഖ്ദാരില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളാകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനെ ആറ്റിക്കുറുക്കി അവനെ തങ്കം പോലെ അവനെ പരിശുദ്ധമാക്കി അവനെ സംസ്കരിച്ചെടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന മറ്റൊരു രംഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രേഖപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അത് രോഗമായിട്ടാകാം, കടമായിട്ടാകാം, സാമ്പത്തിക പ്രതിസന്ധി, ഭൗതികമായ ഞെരുക്കം, അപ്രതീക്ഷിതമായ അപകടം, ആകസ്മികമായ മരണം, പെട്ടെന്ന് സംഭവിക്കുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലാ ഖദർ രേഖപ്പെടുത്തപ്പെട്ട വേദനയും കയ്പും അനുഭവപ്പെടുന്ന പരീക്ഷണങ്ങൾ. അതൊരു വശത്ത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോഴും അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും ക്ഷമ അവലംബിക്കുവോ, ഇത് നമ്മൾ മൂന്നാമതായി നേരിടേണ്ടി വരും, അല്ലേ?
അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ പറഞ്ഞ പരീക്ഷണമൊന്നും ഇല്ല എന്നുണ്ടോ? ഹറാമ് ചെയ്യാതെ ജീവിക്കുന്നവർക്ക് ഈ പറഞ്ഞ പരീക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടോ? അല്ല, മറിച്ച് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഏറ്റവും കടുത്ത പരീക്ഷണം നേരിടേണ്ടി വരിക. സംശയമുണ്ടോ? മനുഷ്യവർഗത്തിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടവർ അമ്പിയാക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുൽ ബലാഇ ഫിന്നാസ് അശദ്ദുൻ നാസി ബലാഅൻ അൽ അംബിയ. ജനങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണം നേരിടേണ്ടി വന്നവർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യർ. ഏറ്റവും നന്നായി അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാനും ഹറാമുകൾ ചെയ്യാതെ അള്ളാഹിനെ ധിക്കരിക്കാതെ ജീവിക്കാനും ക്ഷമ അവലംബിച്ചവർ അമ്പിയാക്കളാണ്. വസ്ബിർ കമാ സബറ ഉലുൽ അസ്ം. റസൂലുള്ളാഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലേ, ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ അമ്പിയാക്കളിൽ മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലീങ്ങൾ. മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മ് മുർസലീങ്ങളിൽ ശ്രേഷ്ഠരായവർ ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക. അപ്പൊ ഏറ്റവും കടുത്ത ക്ഷമ, ഏറ്റവും കടുത്ത പരീക്ഷണം നേരിട്ടത് ആരാണ്? ഉലുൽ അസ്മുകളാണ്, അമ്പിയാക്കളാണ്. ജനങ്ങളിൽ ഏറ്റവും കഠിന പരീക്ഷണം നേരിട്ടവർ അമ്പിയാക്കളാണ്. എന്നിട്ട് പറയുന്നത് തുമ്മ സ്വാലിഹൂൻ. പിന്നെ ആരാണ് ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാവുക? സ്വാലിഹ്യങ്ങളായ ആളുകൾ, അമ്പിയാക്കളുടെ മാർഗത്തെ പിൻ. സുമ്മൽ അംസൽ ഫൽ അംസൽ. പിന്നെ അവരെ പോലെയുള്ളവർ, പിന്നെ അവരെ പോലെയുള്ളവർ, അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് നമുക്ക് പരീക്ഷണങ്ങളിൽ എപ്പോഴും സന്തോഷവും ചിരിയും കളിയും തമാശയും മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലുള്ളത്. ഒരു വിഷമവും പ്രതിസന്ധിയും പിടിച്ചു കുലുക്കാതെ എപ്പോഴും സുഖങ്ങൾ മാത്രം അനുഭവിച്ചാണ് നമ്മൾ ജീവിക്കുക. നമ്മളൊന്ന് സ്വയം ആത്മവിചാരണം നടത്തണം. എന്താണ് ഇപ്പം എൻ്റെ അവസ്ഥ? ഞാൻ സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവനാണോ? ഞാൻ അമ്പിയാക്കളുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണോ? പരീക്ഷിക്കപ്പെട്ടില്ലെങ്കിലാണ് നമ്മൾ സംശയിക്കേണ്ടത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന ക്ഷമ 3 രൂപത്തിലാണ്. അസ്സബ്റു അലാ ത്വാഅത്തില്ലാ, വസ്സബ്റു അൻ മഅസിയത്തില്ലാ, വസ്സബ്റു അലാ അഖ്ദാരില്ലാ. അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമ, അള്ളാഹിനെ ധിക്കരിക്കാതിരിക്കാനുള്ള ക്ഷമ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലുള്ള അടിയുറച്ച ക്ഷമ. ഈ ക്ഷമ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇവിടെ 4ാമത്തെ മസ്അലയായി പറഞ്ഞിരിക്കുന്നു, അസ്സബ്റു അലൽ അദാ ഫീഹി. ആദ്യം എന്താ പറഞ്ഞത്? അൽ ഇൽമു, അറിവുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് തെളിവുകൾ സഹിതം നമ്മൾ പഠിച്ചിരിക്കണം. അനിവാര്യമായും അറിയേണ്ട കാര്യങ്ങളെല്ലാം മുസ്ലിമും പഠിച്ചിരിക്കണം. രണ്ടാമതായി അൽ അമലു ബിഹി, അതനുസരിച്ച് അമൽ ചെയ്യണം. മൂന്നാമതായി അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. ഈ 3 കാര്യത്തിനും ക്ഷമ വേണം. അതുകൊണ്ടാണ് 4ാമതായി ക്ഷമ എന്ന് പറഞ്ഞത്. ഇൽമു നേടാൻ ക്ഷമ വേണ്ടേ? അള്ളാഹിന്റെ ദീൻ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ പള്ളിയിലൊരു മൂലയിൽ കുത്തിരുന്ന് വന്ന് ഇങ്ങനെ പഠിക്കാൻ നമുക്ക് എത്ര ക്ഷമ വേണം? ഇതിനു വരെ നമുക്ക് പലർക്കും ക്ഷമയില്ല. ഇതാണോ യഥാർത്ഥത്തിൽ പഠനം എന്ന് പറഞ്ഞാൽ? ഇതാണോ യഥാർത്ഥത്തിൽ പഠനം? ആയുസ്സും ആരോഗ്യവും സമയവും ഇതിനായി ഒഴിഞ്ഞു വെച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ, സലഫു സാലിഹ്യങ്ങൾ, അഇമ്മത്തുകൾ. ജോലി ചെയ്യാൻ ഊഴം വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടില്ലേ നിങ്ങൾ? ജോലിക്ക് പോകുമ്പോൾ പകരം ഒരാളെ നിശ്ചയിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലിരിക്കാൻ. അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ നിന്ന് നേടിയ വിജ്ഞാനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് പകർന്നു കൊടുക്കണമെന്ന ഷർത്തിൽ, എന്നിട്ട് കൂട്ടുകാരനെ ജോലിക്കയക്കും. ഇൽമിന്റെ മജ്ലിസിൽ അദ്ദേഹം ഊഴം വെച്ച് പിന്നീട് വന്നിരിക്കും. ഇങ്ങനെയായിരുന്നു സഹാബികൾ ദീൻ പഠിച്ചിരുന്നത്. നമുക്ക് ആഴ്ചയിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല, ക്ഷമയില്ല. ക്ഷമയില്ലാത്തവർക്ക് പറഞ്ഞ പണിയല്ല ഇത്. അള്ളാഹുവിന്റെ ദീൻ അത് പഠിക്കാൻ, അത് കേൾക്കാൻ, അത് പകർത്തിയെടുക്കാൻ ക്ഷമ വേണം. ആ മൊഴിമുത്തുകൾ പെറുക്കിയെടുക്കാൻ ക്ഷമ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിജ്ഞാനം ഒരിക്കലും എളുപ്പത്തിൽ കയ്യും വീശി അങ്ങ് ഇന്റർനെറ്റ് തപ്പിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. കാരണം ഇത് പ്രയാസമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നു, ലൗല അന്ന തലബൽ ഇൽമി തുരീഖുൻ ഷാഖുൻ ലകാന അന്നാസു ജമീഅൻ ഉലമാ. തലബുൽ ഇൽം, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളത് അത് പ്രയാസകരമായൊരു വഴി, ക്ഷമ ആവശ്യമുള്ളൊരു മാർഗമല്ലായിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാവരും ഉലമാക്കളാകുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു 5 കൊല്ലം അറബി കോളേജിൽ കയറി നിരങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരായി? ആലിമല്ല, അല്ലാമയല്ല, അഫ്ളലുൽ ഉലമ, ഉലമാക്കളിൽ അതിശ്രേഷ്ഠനായി മാറി. 5 കൊല്ലം അറബി കോളേജിൽ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നൽകുന്ന ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എന്താ ദീൻ പഠിച്ചത്?
അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അഫ്ളലുൽ ഉലമാക്കളെ, പിന്നെ അതിലും വലിയ ആലിമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലാകട്ടെ എണ്ണം പറഞ്ഞൊരു ആലിമില്ല എന്നതാണ് വാസ്തവം. അല്ലാഹുൽ മുസ്തഅൻ. ലോകത്തറിയപ്പെടുന്ന ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ, ഇമാമു ദഅവയെ പോലെ, ഇമാമു സുന്നയെ പോലെ, അഇമ്മത്തുൽ അർബഅത്തിനെ പോലെ ലോക സമൂഹത്തിന് ഇസ്ലാമിന്റെ വെളിച്ചം പകർന്ന കേരള പണ്ഡിതന്മാർ വളരെ കുറവായിരുന്നു. മുൻകാലത്തുണ്ടായിരുന്നു. ഉമർ മൗലിയെ പോലെ, കെ മൗലവിയെ പോലെ, റഹിമഹുമുല്ലാഹ് അജ്മഈൻ, അബ്ദുസ്സമദ് അൽ ഖാത്തിബ്, കേരളത്തിൽ വേറുള്ള സൗദിയിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു അബ്ദുസ്സമദ് അൽ ഖാത്തിബ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദീൻ പഠിക്കുക എന്നുള്ളതിന് അപാര ക്ഷമ വേണം, ചില്ലറ കാര്യമല്ല. അന്നഹ സുഊബത്തുൻ മഅ ഹലാവത്തിൻ, പക്ഷേ ആ ക്ഷമക്ക് പിന്നീട് മധുരമുണ്ടാകും. ദീൻ പഠിക്കാൻ നമ്മൾ ക്ഷമ കാണിച്ചാൽ അതല്പം ഞെരുക്കവും പ്രയാസമുള്ള കാര്യം, പക്ഷെ അതിന് പിന്നീട് മധുരമുണ്ടാകും. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, അതുകൊണ്ട് ഹിദായത്ത് വർദ്ധിക്കുമ്പോൾ, ഈമാൻ വർദ്ധിക്കുമ്പോൾ, അതിലേറെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അമ്പിയാക്കളോടും സാലിഹീങ്ങളോടും ഒപ്പം സ്ഥാനം പിടിക്കുമ്പോൾ, അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ പഠിക്കാൻ ക്ഷമ വേണം. രണ്ടാമതായി എന്തിനാണ് ക്ഷമ വേണ്ടത്? രണ്ടാമത്തെ കാര്യം എന്താ പറയുക? അൽ അമലു ബിഹി, പ്രവർത്തിക്കാൻ ക്ഷമ വേണം, അമലാക്കാൻ ക്ഷമ വേണം. ഉലമാക്കൾ പറയുന്നു, ഒരു വിഷയം, നമ്മൾ പഠിച്ച വിഷയം, അത് അമലാക്കാൻ, പ്രവർത്തിക്കാൻ 3 രൂപത്തിലുള്ള ക്ഷമ വേണം. ഒന്ന്, വൽ അമലു യഹ്താജു ഇലാ സബ്രിൻ ഖബ്ലഹു, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ക്ഷമ വേണം. 2, വസബ്റുൻ അസ്നാഅഹു, പ്രവർത്തിക്കുന്നതിനിടയിൽ ക്ഷമ വേണം. 3, വസബ്റുൻ ബഅദഹു, പ്രവർത്തിച്ചതിന് ശേഷവും ക്ഷമ വേണം. പ്രവർത്തിക്കുന്നതിന് മുമ്പ്, പ്രവർത്തിക്കുന്നതിനിടയിൽ, പ്രവർത്തിച്ചതിന് ശേഷം. അമലിനെ ബാധിക്കുന്ന 3 രൂപത്തിലുള്ള ക്ഷമ ഇതാണ്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള ക്ഷമ? പണ്ഡിതന്മാർ പറയുന്നു, ഒരു കാര്യം, നമ്മൾ അറിഞ്ഞ കാര്യം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ശറഅാക്കിയതുപോലെ അല്ലാഹും റസൂലും പഠിപ്പിച്ചതുപോലെയാണോ എന്ന് പഠിച്ചു പ്രവർത്തിക്കാൻ ക്ഷമ വേണം. ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ്, ഉദാഹരണത്തിന് നിസ്കാരമാണെങ്കിൽ നമ്മളെ നിസ്കാരം പരിശോധിക്കുക. നമ്മളെ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരം പോലെയാണോ? നിസ്കാരത്തിന്റെ വിശദാംശങ്ങൾ, നിസ്കാരത്തിന്റെ റുക്നുകൾ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിന്റെ വാജിബാത്തുകൾ, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെയാണോ? അതല്ല ഏതോ കാലത്ത് മദ്രസയിലെങ്ങാണ്ട് പോയി അവിടുന്ന് കേട്ട് പഠിച്ച ആ നിസ്കാരം തന്നെ, അത് ശരിയാണോ? അതിൽ പഠിച്ച ദുആകൾ, ദിക്റുകൾ അത് സ്വഹീഹാണോ? ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഏറ്റവും പെരുപ്പത്തിൽ എണ്ണത്തിൽ പറയാനുള്ള നിസ്കാരത്തിന്റെ കഥയാണിത്. ഇനി ഈ നിസ്കാരം നഷ്ടപ്പെടുന്ന, നിസ്കാരത്തിലെ മക്രൂഹാത്തുകളുണ്ട്, നിസ്കാരത്തിൽ കറാഹത്തായിട്ടുള്ള കാര്യങ്ങൾ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. പല കുട്ടികൾക്കും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പല കുട്ടികൾക്കും അറിയില്ല. വുളു എടുക്കുക എങ്ങനെയാണെന്ന് അറിയില്ല. പല ആളുകളും വുളുമെന്ന് തുടങ്ങാൻ നമുക്ക്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തത് പല ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയത്, എങ്ങനെയാണെന്ന് റസൂലുള്ള കാല് കഴുകിയത്? കാല് കഴുകലൊക്കെ കഥയാണ് ആളുകളുടെ. ആ പൈപ്പങ്ങ് തുറന്നിട്ട് കാല് പുറം അങ്ങനെ 2 തിരിക്കലങ്ങ് തിരിച്ചങ്ങ് പോരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കാല് കഴുകിയത്? എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളുവിന്റെ വെള്ളം ഉപയോഗിച്ച്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഗൗരവം. എത്ര വെള്ളമാണ് നമ്മൾ വുളു എടുക്കുമ്പോൾ വേസ്റ്റ് ആക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടുന്ന ഓരോ ഇബാദത്തും, ഇതൊരു വുളുവിന്റെ കാര്യമാണെങ്കിൽ, ഇതൊരു നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നമുക്ക് നിർബന്ധമായ ഓരോ രംഗവും, നമ്മുടെ വൈവാഹിക രംഗം, നമ്മുടെ കുടുംബ ഭക്ഷണ മര്യാദകൾ, മാതാപിതാക്കളോടുള്ള കടമകൾ, ഭാര്യയോടും മക്കളോടുമുള്ള കടമകൾ, മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കളോടുള്ള കടമകൾ, ഇവിടെയെല്ലാം ശറഇന്റെ താല്പര്യം എന്താണ് നമ്മൾ പഠിച്ചറിയണം. ആ പ്രവർത്തനങ്ങൾ നന്മകളായി കാഴ്ചവെക്കുന്നതിന് മുമ്പ് അത് പഠിക്കാൻ, എങ്ങനെയാണ് ദീനുള്ളത് അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ നമ്മൾ ആദ്യം അമൽ ചെയ്യുന്നതിന് മുമ്പ് ക്ഷമ കാണിക്കണം. വേണ്ടേ? വേണം. അപ്പോ നിസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിക്കാൻ പഠിപ്പിച്ച്, അത് പഠിക്കണം. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക, എന്താണ് നമ്മൾ നിസ്കാരത്തിന്റെ കഥ. പല ആളുകൾ അടുത്തുനിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇവിടെയുള്ളവരെ കുറിച്ചല്ല പറയുന്നു കേട്ടോ, എൻ്റെ അനുഭവങ്ങളിൽ പലയിടത്തു നിന്നുള്ള അനുഭവങ്ങൾ മാറ്റിക്കുറുക്കി പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. പലരുടെ നിസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട നിസ്കാരം പോലെയല്ല.
എങ്ങനെ കൈയെട്ടുണ്ടെന്ന് അറിയില്ല. കൈയെട്ടുന്ന രംഗത്തിന്റെ ആളുകളുടെ കോലം എന്താണ്? ചിലരിങ്ങനെ കെട്ടും, ചിലരിങ്ങനെ കെട്ടും, ചിലരിങ്ങനെ വന്നൊരു കെട്ടല. കൈ കെട്ടുന്ന കോലം. ചില ആളുകൾ ജമാഅത്ത് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ, ഇത് അധികം കാരണന്മാരില്ല ഞാൻ കണ്ടിട്ടുള്ളത്. ഇമാമ് മഗ്രിബിന് താരതമ്യേന ചെറിയ സൂറത്തുകളാണല്ലോ ഓതുക, നമുക്കറിയുന്ന ചെറിയ സൂറത്തുകളായിരിക്കും താരതമ്യേന ഓതുക. അപ്പോൾ ഉദാഹരണത്തിന് വൽ അസ്ർ ഓതി നമ്മൾ മഗ്രിബിന്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. പിന്നെ ബാക്കി എന്താ ഓതാന്ന് കാക്കാക്കറിയാം, വത്തവാസൗ ബിൽ ഹഖി വത്ത. അപ്പൊ അത് മുൻകൂട്ടി അതിപ്പോ തീരുമല്ലോ എന്നിട്ട് മൂപ്പരങ്ങ് കൈയച്ചിടും. ഇമാമ ഓത്ത് നിർത്തി റുക്കൂയിലേക്ക് പോകുന്നതിന് മൂപ്പരങ്ങ് അതിപ്പോ ഓത്തിപ്പോ തീരാൻ 2 സെക്കൻഡുള്ളൂ, കൈയച്ചിടും. അങ്ങനെ പോയി നിസ്കാരം. ആ കൈയിന്റെ കൂടെ നിസ്കാരം പോയി. ഇമാമിനെ മുൻകടന്നു. ഓരോരുത്തരും അവർക്ക് തോന്നിയതുപോലെ അങ്ങ് നിസ്കരിക്കുകയാണ്. ഇമാമ് ചിലപ്പോ സുജൂദ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ്, ചിലപ്പോ ചില പ്രായമുള്ള ഇമാമിങ്ങളായിരിക്കും, ഒരു ഇമാമ് സുജൂദിന് മുമ്പ് കാക്ക സുജൂദിലെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടി സുജൂദിലെത്തിയിട്ടുണ്ടാവും. കാക്കാനെ മാത്രം പറയണ്ട, ഇമാമിനെ മുൻകടക്കും. ബോധപൂർവമാണെങ്കിൽ നിസ്കാരം ബാത്തിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, സൊല്ലു, നിങ്ങൾ നിസ്കരിക്കണം. പണ്ഡിതന്മാർ പറയുന്നു, കമാ റഅയ്തുമുൻ നാസ യുസല്ലൂൻ, ജനങ്ങൾ എങ്ങനെയാണോ നിസ്കരിച്ചത്, നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചോളി എന്നാണ് റസൂലുള്ള പറഞ്ഞത്. സൊല്ലു കമാ തഅവ്വത്തും, നിങ്ങൾ എങ്ങനെയാണ് കണ്ട കാലം പാരമ്പര്യമായി സ്വീകരിച്ചു വന്നത്, കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത്, അങ്ങനെ നിസ്കരിച്ചോളി. ഇങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞത്. സൊല്ലു കൈഫമാ തയസ്സർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിസ്കരിച്ചോളി എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അല്ല, മറിച്ച് എങ്ങനെ പറഞ്ഞു? സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിസ്കരിക്കണം. നമ്മൾ കണ്ടുക്കണോ റസൂലുള്ളാഹിന്റെ നിസ്കാരം? കണ്ടുക്കണോ? എങ്ങനെ നമ്മൾ കാണാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അത് വിവരിച്ചു തന്നിട്ടുണ്ട് ഹദീസുകളിലൂടെ, എണ്ണമറ്റ ഹദീസുകളിലൂടെ. മഹാന ശൈഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഈ വിഷയം പഠിപ്പിക്കാൻ മാത്രം ഒരു ഗ്രന്ഥമുണ്ട്, സിഫത്തു സ്വലാത്തിൻ നബി മിന തക്ബീരി ഇല തസ്ലീം ഔ കമാ ഖാല റഹിമഹുല്ലാഹ്. തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി സലാം വീട്ടുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എങ്ങനെയാണോ, അവിടുന്ന് എങ്ങനെയാണോ സ്വഹാബത്തിന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത്, ആ നിസ്കാരത്തിന്റെ തനതായ രൂപം എന്ന് പറഞ്ഞ അദ്ദേഹം സ്വഹീഹായ ഹദീസുകളുടെ പിൻബലത്തോടെ കിതാബ് രചിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ആ കിതാബെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ അതിന്റെ പരിഭാഷകൾ ലഭ്യമാണ്, നമുക്ക് തിരിയുന്ന ഭാഷയിൽ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ സ്വഹാബത്തിനെ നിസ്കരിക്കാൻ പഠിപ്പിച്ച്, നമ്മളെ പള്ളിയിലെ മൊല്ലാക്ക നിസ്കരിക്കുന്ന പോലെയല്ല, നമ്മളെ കാക്ക കാരണപരമായിട്ട് കേരളത്തിൽ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട നിസ്കാരമല്ല, റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിസ്കാരത്തിന് മുമ്പ് ഈ ക്ഷമ വേണ്ട നമുക്ക്. എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ നിസ്കാരം എന്ന് പഠിക്കാൻ? ഇതാണ് ഒരു അമൽ ചെയ്യുന്നതിന് മുമ്പുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അതിന്റെ ശരിയായ തനതായ ശർഈയായ രൂപം എന്താണോ അത് പഠിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ക്ഷമ വേണം. ഇതാണ് അമൽ ചെയ്യുന്നതിന് മുമ്പുള്ള ക്ഷമ. ഇനി അമൽ ചെയ്യുന്നതിനിടയിൽ ക്ഷമ വേണം. 2 രൂപത്തിലുള്ള ക്ഷമ. ഒന്നാമത്തെ ക്ഷമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. ഇത് പ്രവർത്തനത്തിന്റെ ഇടയിൽ ഉടനീളത് വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം നമ്മൾ പഠിച്ചു. അത് അമൽ ചെയ്യുന്നതിന് മുമ്പ് ക്ഷമ വേണ്ട കാര്യമാണ്. ഇനി നിസ്കരിക്കുന്നതിനിടയിലോ ആ പഠിച്ച രൂപത്തിൽ നടപ്പിലാക്കാൻ ക്ഷമ വേണ്ടേ? പഠിക്കാനൊക്കെ അറിയാം, കിതാബൊക്കെ ഓതിയിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിൽ അതില്ല. കാരണം നിസ്കാരത്തിൽ അത് നടപ്പിലാക്കാൻ അപ്ലൈ ചെയ്യാനുള്ള ക്ഷമയില്ല. കാരണം നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന നിസ്കാരമാണെങ്കിൽ അത് 2 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. എന്നാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തൊക്കെ പാലിച്ച് നിസ്കരിക്കുകയാണെങ്കിലോ ചുരുക്കി 5 മിനിറ്റ് എടുക്കും. അപ്പൊ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി നമ്മളെ പഴയ നിസ്കാരം തന്നെ ശീലിക്കുക, ക്ഷമ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ പഠിക്കാൻ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, കിതാബൊക്കെ ഓതിയിട്ടുണ്ട്. പക്ഷെ നടപ്പിലാക്കാൻ, അത് അപ്ലൈ ചെയ്യാൻ ക്ഷമ വേണം. ക്ഷമ വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്നതുപോലെ തത്ബീഖ് ചെയ്യാൻ, പ്രായോഗിക തലത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ക്ഷമ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി അത് പ്രവർത്തിക്കാൻ ക്ഷമ വേണം. വേണ്ടേ? അത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പും വേണം. ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. നിസ്കാരത്തിനിടയിലും 4 ആൾ കാണാൻ വന്നു കഴിഞ്ഞാൽ 4 ആൾ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരത്തിന് ചേല് കൂടി, ഭംഗി കൂടി, ഭയഭക്തി കൂടി, അവധാനത കൂടി പാടുണ്ടോ? അപ്പൊ നിസ്കാരത്തിനിടയിൽ, ഇബാദത്തിനിടയിൽ, അമലിനിടയിൽ ക്ഷമ വേണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ, ശർഈനോട് അനുഗുണമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നതുപോലെ പ്രവർത്തിക്കാൻ ക്ഷമ വേണം. ഇനി പ്രവർത്തനത്തിനിടയിൽ കൈവരുത്തേണ്ടുന്ന 2ാമത്തെ ക്ഷമ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട്. അവൻ സദാ നമ്മെ കാണുന്നു, കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു, അറിയുന്നു. അവൻ നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ബോധം ഏതൊരു അമലിന് ഇടയിലും നമുക്കുണ്ടാകണം. നിസ്കാരത്തിലാകട്ടെ, നോമ്പിലാകട്ടെ, ഏതൊരു സൽക്കർമ്മത്തിനിടയിലും നമുക്കുണ്ടാകേണ്ടുന്ന ക്ഷമയുടെ ഒരു രൂപമാണ് അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുറാഖബത്തുല്ലാ, അള്ളാഹു കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന വിചാരത്തോടെ, ചിന്തയോടെ, ഭയഭക്തിയോടെ ആ ഇബാദത്ത് കാഴ്ചവെക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന ശതമാനം പറഞ്ഞു. ഓരോരുത്തരും നിസ്കാരത്തിൽ എത്രയാണ് അവർക്ക് കൂലി ലഭിക്കുക? ചിലർക്ക് അവരുടെ നിസ്കാരത്തിന്റെ പകുതി മാത്രമാണ് കൂലി ലഭിക്കുക. ചിലർക്ക് 1/3, ചിലർക്ക് 4/1. അങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലർക്ക് അവർ നിസ്കരിച്ചതിന്റെ 10/1 മാത്രമേ കൂലി ലഭിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരേ നിസ്കാരം, ഒരേ മസ്ജിദിൽ, ഒരേ സഫിൽ, ഒരേ ഷെയ്ഖ് അൽബാനിയുടെ സിഫത്തു സ്വലാ ഓതിയിട്ടായിരിക്കും നിസ്കരിക്കുന്നത്. പക്ഷേ കൂലിയിൽ, പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. എന്താ കാരണം? ഈ മുറാഖബത്തുല്ലാ, നിസ്കരിക്കുമ്പോൾ അള്ളാന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. അള്ളാഹു തന്നെ കാണുന്നു. എന്റെ റബ്ബിനോടുള്ള അഭിമുഖ സംഭാഷണമാണിത്. ഈ ചിന്തയോടെ, ബോധത്തോടെ നമ്മൾ നിസ്കരിക്കാറുണ്ടോ? ശ്രദ്ധിക്കുന്നില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾ അവരുടെ നിസ്കാരം ശരീരം കൊണ്ട് അവർ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ കൽബും മനസ്സും വേറെ ഏതോ താഴ്വരയിൽ അലയുന്നുണ്ടാവും. ചിലപ്പോൾ വീട്ടിലായിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും. ഇങ്ങനത്തെ നിസ്കാരം കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരമില്ല. എത്ര കാലമായി നമ്മൾ നിസ്കരിക്കുന്നു? ഇന്നത്തെ നമ്മുടെ മഗ്രിബ് നിസ്കാരം ഒന്ന് പരിശോധിക്കൂ. എവിടെയാണ് നമ്മുടെ മനസ്സ്? നിസ്കാരം തുടങ്ങിയതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു എന്ന് സലാം വീട്ടുന്നത് വരെ ഓരോ നിമിഷവും നമ്മുടെ ശരീരം നൃത്തത്തിലും, റുകൂഇലും, സുജൂദിലും, ഇഅ്തിദാലിലും, തശഹുദിലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സ് അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടാകണം. അതിനെന്ത് വേണം? ക്ഷമ വേണം. ഇതാണ് ഇബാദത്തിനിടയിലുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. അതിന്റെ രണ്ടാമത്തെ രൂപം അള്ളാഹു തന്നെ കാണുന്നു. അള്ളാഹു നമ്മിലേക്ക് അവന് വേണ്ടി നമ്മുടെ ഇബാദത്ത് ചെയ്യാൻ മുന്നിട്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മിലേക്ക് അവന്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ കൽബ് അശ്രദ്ധമാണ്. അള്ളാഹു മുഖം തിരിച്ചു കളയും. അള്ളാഹുവിന്റെ പരിഗണയിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും. നമ്മുടെ കൽബ് അവിടെ ഉണ്ടാകണം. ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, അള്ളാഹുവിനെ ഏറ്റവും അധികം സ്മരിച്ച നിസ്കാരം, അല്ലാഹ് എന്ന വിചാരം മുറ്റി നിൽക്കുന്ന നിസ്കാരം, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട് നിസ്കരിക്കുക. സാധിച്ചിട്ടുണ്ട്? നമുക്ക് സാധിക്കണം. അതിന് ക്ഷമ വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഖൽബ് നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഭയഭക്തി കൊണ്ട് സമ്പന്നമാകാൻ നമുക്ക് ക്ഷമ വേണം. ഇങ്ങനെ ഓരോ ഇബാദത്തിലും അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹു എന്നെ കാണുന്നു, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു, അവൻ എനിക്ക് പ്രതിഫലം നൽകുന്നു എന്ന ബോധത്തോടെ, ഭയഭക്തിയോടെ, സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ ക്ഷമ വേണം. ഇതാണ് അമൽ ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകേണ്ടുന്ന രണ്ടാമത്തെ ക്ഷമ. ഇനി എന്താ നമുക്ക് ബാക്കിയുള്ളത്? അമൽ ചെയ്യുന്നതിന് മുമ്പുള്ള ക്ഷമ കഴിഞ്ഞു, അമൽ ചെയ്യുന്നതിനിടയിലുള്ള ക്ഷമ കഴിഞ്ഞു. ഇനി അമൽ ചെയ്തതിന് ശേഷമുള്ള ക്ഷമ. അതെന്താണ് അങ്ങനെയുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ അമൽ നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷം അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം അത് കുറച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ നമുക്കുണ്ടായിക്കൂടാ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? നമ്മുടെ തിന്മകൾ. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു ഖാഇദയുണ്ട്, ഒരു നിയമം, ഒരു പ്രിൻസിപ്പിൾ. അന്ന സയ്യിആത്തിൽ മുതഅഖിറ ഖദ് തുഹ്ബിതു സവാബ സ്വാലിഹാത്തിൽ മുതഖദ്ദിമ. നമ്മൾ ചെയ്ത, മുന്നേ ചെയ്ത സൽക്കർമ്മങ്ങളെ പിന്നീട് ചെയ്യുന്ന തിന്മകൾ നശിപ്പിച്ചു കളയും. നമ്മളൊരു നന്മ ചെയ്തു, പരിശുദ്ധ റമളാൻ ദുൽഹിജ്ജ മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുള്ളത്. പല ആളുകളും ഹജ്ജ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്തി. ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും, ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവായി അതിനെ മാറ്റുമാറാകട്ടെ. മഹത്തായ നന്മ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഗുരുതരമായൊരു തിന്മ വന്നാൽ ആ തിന്മ കാരണമായി നമ്മൾ ആ നന്മ നിർവീര്യമാകും.
നേരെ തിരിച്ചും നന്മകൾ തിന്മകളെ നിർവീര്യമാക്കും. തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റുപറഞ്ഞ നന്മകളിൽ മുഴുകിയാൽ മുൻകഴിഞ്ഞ തിന്മകൾ അതുകൊണ്ട് നിർവീര്യമാകും, പൊറുക്കപ്പെടും. അതുപോലെ തന്നെ നന്മകൾക്ക് ശേഷം തിന്മകളിലേക്ക് മടങ്ങിപ്പോയാൽ അവൻ ചെയ്ത നന്മകളെല്ലാം നിർവീര്യമാകും. ദീനിൽ ഒരുപാട് തെളിവുള്ള സംഗതിയാണ്. ഒരൊറ്റ തെളിവ് മാത്രം ഞാൻ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൽ പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത്. നന്മകൾ തിന്മകളെ പോക്കിക്കളയും. അത് നമുക്കറിയുന്ന കാര്യമാണ്. തിന്മകൾ സംഭവിച്ചാൽ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നന്മയിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ആ തിന്മകൾ നന്മകൾ കാരണമായി ഇല്ലാതാകും. ഇത് നമുക്കറിയാവുന്ന തത്വമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞു, സൂറത്ത് മുഹമ്മദിലെ 33-ാമത്തെ ആയത്ത്, വലാ തുബ്തിലൂ അഅമാലക്കും. നിങ്ങൾ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിർവീര്യമാക്കി കളയരുത്, ബാത്തിലാക്കി കളയരുത്. മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുക പറഞ്ഞു, നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കരുത് എന്നാൽ എന്തുകൊണ്ട് ബാത്തിലാക്കരുത്? ബിൽ മആസി, നിങ്ങൾ പിന്നീട് പ്രവർത്തിക്കുന്ന തിന്മകൾ കൊണ്ട് നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പോ നന്മകൾ തിന്മകൾ കാരണമായി നഷ്ടപ്പെട്ടത്. നമ്മൾ ഇബാദത്തുകൾ ചെയ്തു, അത് ശർഇനോട് യോജിച്ച രൂപത്തിൽ ഖുശൂഓടെ ഭയഭക്തിയോടെ ഖിലാസോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ക്ഷമയോടെ നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞു, ഇബാദത്ത് കഴിഞ്ഞു, നന്മകൾ ചെയ്തു കഴിഞ്ഞു, ശേഷം തിന്മകളിലേക്ക് പോയി. ഒഴിഞ്ഞിരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ആരും കാണുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, നമ്മുടെ ഏകാന്തതയിൽ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ ഹറാമിൽ നമ്മൾ മുഴുകി, നമ്മൾ ചെയ്ത നന്മകൾ നിർവീര്യമായി തീരും. വൽഇയാദു ബില്ലാഹ്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ അമലുകൾക്ക് ശേഷവും നമുക്ക് ക്ഷമ വേണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആ അമൽ ഒരു സൽക്കർമ്മം നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നീട്ടിത്തന്ന ആയുസ്സിൽ സമയത്തിൽ നമ്മൾ അതിനു വേണ്ടി അമലിനു വേണ്ടി വിനിയോഗിക്കുന്ന ഈ മഹത്തായ അവസരം, ഇത് നമ്മുടെ റഅ്സുമാലാണ്, പരലോകത്തേക്കുള്ള നമ്മുടെ മൂലധനമാണ്. പരലോകത്തെ കച്ചവടത്തിന്, സ്വർഗം നേടിയെടുക്കാൻ, സ്വർഗത്തിന്റെ ലാഭം കൊയ്യാൻ നമുക്ക് മുതൽ മുടക്കേണ്ടുന്ന മഹത്തായ മൂലധനമാണ്, ഇൻവെസ്റ്റ്മെന്റാണ് നമ്മുടെ അമൽ. ഒരു ബിസിനസ്സിൽ അതിന്റെ ബേസായി എന്താ ഇതിന് പറയാ? റഅ്സുമാലിന് എന്താ പറയാ? ക്യാപിറ്റൽ മണി. ഈ ക്യാപിറ്റൽ മണി ഇല്ലെങ്കിൽ ഒരു ബിസിനസ് നിലനിൽക്കുമോ? മൂലധനം ഇല്ലെങ്കിൽ ഒരു ബിസിനസ് നിലനിൽക്കുമോ? അതുകൊണ്ട് ആ മൂലധനം എന്ത് ചെയ്യും? നമ്മൾ സംരക്ഷിക്കും. ആ മൂലധനം ഒരാളിപ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകൾ അവരിട്ട പൈസ ഒക്കെ പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് നിലനിൽക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അതിനെ പരമാവധി പരിപോഷിപ്പിക്കാനേ നമ്മൾ നിൽക്കുള്ളൂ, എന്നാലേ ബിസിനസ് വളരുള്ളൂ. ഇതുപോലെ ഒരു സിമ്പിളായ തത്വമാണ്. പരലോകത്തേക്കുള്ള നമ്മുടെ മുതൽ മുടക്ക് മൂലധനമാണ് എന്ത്? നമ്മുടെ അമൽ. ആ അമൽ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ക്ഷമിച്ച് തിന്മകൾ പ്രവർത്തിക്കാതെ അതിനെ പരിപാലിച്ച് പോറ്റിക്കൊണ്ടുപോകണം മരിക്കോളം. ഇല്ലെങ്കിലോ വെറും കൈയോടെ പാപ്പരായി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്തെ കച്ചവടത്തിൽ പരാജിതരായി നരകത്തിൽ പോകേണ്ടി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് നമ്മുടെ മൂലധനമാകുന്ന അമലുകൾ അത് പാഴാകാതെ, അത് പോക്കിക്കളയാതെ തിന്മകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണം. അതിന് നമ്മൾ ക്ഷമിക്കണം. ഇതാണ് കൊടുക്കാനായോ? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. സഹോദരങ്ങളെ, അമൽ ചെയ്തതിനു ശേഷം നമ്മൾ കൈവരിക്കേണ്ടുന്ന ക്ഷമയുടെ ഒന്നാമത്തെ രൂപം, തിന്മകൾ പ്രവർത്തിച്ച് നമ്മുടെ നന്മകളുടെ പാതിവൃത്യം, അതിൻ്റെ പരിശുദ്ധിയെ നമ്മൾ കളങ്കപ്പെടുത്തരുത്. രണ്ടാമതൊരു ക്ഷമ കൂടി അമലിന് ശേഷം ആവശ്യമാണ്. പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുക പറയുന്നു, ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ വളരെ തുച്ഛമാണ്, വളരെ വിരളമാണ്, റയറാണ്. വൽഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതെന്താണ്? ഒരു നന്മ ചെയ്തിട്ട് ആ ചെയ്ത നന്മ
മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ കാണാനോ കേൾക്കാനോ അവരെ കേൾപ്പിക്കാനോ അവരെ കൊണ്ട് ആ നന്മയുടെ പേരിൽ പറയിപ്പിക്കാനോ നിൽക്കാതിരിക്കുക എന്നുള്ളത്. ഇത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കാരണം മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് എന്ത്? മിണ്ടാതിരിക്കുക എന്നുള്ളത്. മിണ്ടാതിരിക്കുക എന്നുള്ളത്. എന്തിനെ തൊട്ട് മിണ്ടാതിരിക്കുക? അധികം നമ്മൾ മിണ്ടുന്നത്, നമ്മൾ സംസാരിക്കുന്നത് അനാവശ്യമായിരിക്കും, അല്ലേ? അനാവശ്യത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ സംസാരത്തിന്റെ സംസ്കാരം അതിനെക്കുറിച്ച് പഠിപ്പിച്ച ഹദീസിൽ നമുക്കറിയാം, നിങ്ങൾ അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വാസമുള്ളവരാണെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, മിണ്ടുകയാണെങ്കിൽ, വാ തുറക്കുകയാണെങ്കിൽ, മൊഴിയുകയാണെങ്കിൽ ഖൈറായതേ പറയൂ, ഇല്ലെങ്കിലോ ലിയസ്മുത്ത്, മിണ്ടാതിരിക്കണം. അപ്പൊ ഖൈറ് മാത്രം പറയാ, അത് നമുക്ക് സാധിക്കലില്ല. കാരണം നമ്മുടെ നാവ് ഹറാമിലേക്കാണ് പലപ്പോഴും വളയാറുള്ളത്. ഹറാമിൽ നിന്ന് അനാവശ്യങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് ക്ഷമയുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ ഖൈറ് പറയുക എന്നുള്ളത്, ഖൈർ മിണ്ടാതിരിക്കുക എന്നുള്ളത്, അതായത് നമ്മൾ ചെയ്യുന്ന ഖൈറിനെ തൊട്ട് നമ്മൾ നാവിനെ തടഞ്ഞു വെക്കുക എന്നുള്ളത് അതിനേക്കാളേറെ ക്ഷമയുള്ള കാര്യമാണ്. ചെയ്ത തിന്മകൾ ആളുകൾ ഇങ്ങനെ മാലാഖരോട് പാടി നടക്കും. ഇനി ഹിദായത്തിലായാലും ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, നമ്മുടെ വീരഗാഥകൾ ഇങ്ങനെ അയവർക്കും, നമ്മുടെ ജാഹിലിയത്തിന്റെ നടപടിക്രമങ്ങൾ, അതിൽ നിന്ന് നമ്മുടെ നാവിനെ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. പിന്നെ ചെയ്യുന്ന നന്മകളെ കുറിച്ചോ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെയ്യുന്ന നന്മകൾ അത് മിണ്ടാതിരിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രയാസകരമായ കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ ഒരു നന്മ ചെയ്തു, ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിച്ചു, പിറ്റേന്ന് നേരം വെളുത്തിട്ട് ചങ്ങാതിമാരോട് വർത്തം, ഇന്നലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റപ്പോഴേ ഭയങ്കര ശബ്ദിച്ച് കേട്ടില്ലല്ലോ, ഭയങ്കര ഇടിമിന്നലായിരുന്നു, അപ്പുറത്ത് മരം വീണിക്കണ്, 4 മണിക്ക് നീച്ചപ്പോ എന്ന് പറഞ്ഞത് എന്തിനാണ്? 4 മണിക്ക് നീച്ച് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു. അല്ലെ ഞാൻ ഇന്നലെ ഇത്ര മണിക്ക് നീച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളി പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്തിനാണ് ഈ പറയുന്നത്? പള്ളി പോകുമ്പോൾ കാഴ്ച കണ്ട കാര്യം പറയാനല്ല, നന്മ ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രസിദ്ധമായ ഹദീസിൽ വിചാരണ കൂടാതെ 70,000 പേര് സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയപ്പെട്ട ഹദീസിൽ, ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ സഹാബി പറയാണ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ സഹാബി പറയാണ്, അന്ന് ആകാശത്തുനിന്ന് ഉതിർന്നു വീണ ഒരു നക്ഷത്രം, അതിനാരാണ് കണ്ടത്? ആ രാത്രിയിൽ ആകാശത്തൊരു പുതിയ നക്ഷത്രത്തെ കണ്ടവരാരുണ്ട്? അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, ഞാൻ കണ്ടു. ഉടനെ തന്നെ പറയാണ്, ഞാൻ ഒരു വിഷജീവിയുടെ സ്പർശമേറ്റിട്ട് ഒരു തേളിന്റെ കുത്തേറ്റിട്ട് എഴുന്നേറ്റതാണ്, തെറ്റിദ്ധരിക്കേണ്ട, തഹജ്ജുദ് നിസ്കരിക്കാൻ ഇറ്റതല്ല, അത് അറിയാതെ പോലും ഞാനൊരു നന്മ ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് തിരുത്തിയവരാണ് സഹാബികൾ. രാത്രിയിൽ ഒരു നക്ഷത്രത്തെ, രാത്രിയിൽ ആകാശത്ത് പതിവില്ലാതെ കണ്ട ഒരു നക്ഷത്രത്തെ ആര് കണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉടനെ തിരുത്താണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റാന്ന് തെറ്റിദ്ധരിക്കേണ്ട, വിഷജീവിയുടെ കുത്തുകയറ്റ്. നമ്മളില്ലാത്ത നന്മയുടെ ക്രെഡിറ്റ് എടുക്കാനാണ് നമ്മൾ ഓടി നടക്കുക, ചെയ്തത് പാടി നടക്കാൻ. അപ്പൊ ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതക്കയുടെ രീതിശാസ്ത്രം പറഞ്ഞ ഹദീസിൽ വളരെ വ്യക്തമാണ്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത സ്വതക്ക. സാധിച്ചിട്ടുണ്ട് നമുക്ക്? അത് വെറുതെ ആലങ്കാരികമായി പറഞ്ഞെന്നാ പറഞ്ഞത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രഹസ്യമായിട്ടായിരിക്കണം. അതിനപ്പുറത്ത് നമ്മൾ ആരൊക്കെ അറിയിച്ചിട്ടുണ്ടാവും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ചരിത്രം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന് ഒരു മകനുണ്ട് അലി എന്നുള്ള പേര്. അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി, അദ്ദേഹത്തിന് സൈനുൽ ആബിദീൻ എന്നാണ് സ്ഥാനപ്പേര്. അദ്ദേഹം നന്മകൾ ആളുകൾ കാണാതെ പ്രവർത്തിക്കുന്നതിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലെ മസ്ജിദിൽ അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കുന്ന ആരും കാണാറില്ലായിരുന്നു. കാരണം എന്താ? സുന്നത്ത് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് ഇഖ്ലാസിന്, അള്ളാഹിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി.
നാട്ടിലെ പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? മൂപ്പര് സുന്നത്ത് നിസ്കാരം ഇല്ലാത്ത ആളാണ്, നിസ്കാരം കഴിഞ്ഞ പൊടി തട്ടി ഓടുകയാണ്, സുന്നത്ത് നിസ്കാരം ഒന്നുമില്ല, പള്ളിയിലെ ഖത്തീബാണ് പോലും. ഇങ്ങനെ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പേടിച്ചിട്ട് അദ്ദേഹം നിസ്കരിക്കാതിരുന്നോ? നാട്ടിലെ ഇമാമായിരുന്നു, ആലിമായിരുന്നു, ഉഫ്തിയായിരുന്നു, ഖത്തീബായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മരിച്ചതിന് ശേഷമല്ലാതെ ജനങ്ങൾ അറിയാത്ത ഒരു വർഷങ്ങളോളം അദ്ദേഹം ചെയ്തൊരു മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അപ്പോസ്തലന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം. വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് തന്റെ ചുമലിൽ ചുമടെടുത്ത് ഗോതമ്പിന്റെയും അന്നത്തെ ഭക്ഷ്യധാന്യങ്ങളുടെയും ചാക്കുകൾ ചുമന്നെടുത്ത് അദ്ദേഹം രാത്രികാലങ്ങളിൽ അജ്ഞാതനായി പാവപ്പെട്ടവരുടെ കൂരയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയായിരുന്നു ചാക്കുകെട്ടുകൾ. ആ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾ അധികവും വയറ് നിറച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആരും അറിയാതെ ഒറ്റയാൾ പട്ടാളമായി നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിച്ചിട്ടാണ്. ഇതെപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്? അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ അദ്ദേഹം മരിച്ചു. ഈ സഹായം കിട്ടിയിരുന്ന കുടുംബങ്ങൾക്ക് അത് കിട്ടാതായി പോയി. ആളുകൾക്കിടയിൽ ചർച്ചയായി ഇതെന്താണ്? കിട്ടിയിരുന്ന ആളുകൾ അവർക്ക് പ്രയാസമായി, എന്തുകൊണ്ടാണ് നിലച്ചുപോയത്? പിന്നീട് അവർ അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ അദ്ദേഹത്തിനെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ അദ്ദേഹത്തിന്റെ ഇരു ചുമലിലും ഭാരമെടുത്ത് തഴമ്പ് വന്ന കറുത്ത പാട് കണ്ടിരുന്നു. ഇതെന്താണെന്ന് അവർ ആശ്ചര്യപ്പെട്ടിരുന്നു. എന്താണ് ഇദ്ദേഹം ഇത്രമേൽ അധ്വാനിച്ചത്? പിന്നീടാണ് ചേർത്ത് വായിച്ചപ്പോൾ മനസ്സിലായി ഇത് ചെയ്തിരുന്ന ആരാണ്? അലി ഇബ്നു ഹുസൈൻ. മരിച്ചതിന് ശേഷമല്ലാതെ നാട്ടുകാരും സ്വന്തം വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ നന്മകൾ രഹസ്യമാക്കി വെച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹം ചോദിക്കുകയാണ്, ശത്താന ബൈന ദീവാനിൽ അലനി വദീവാനി സിർ. രഹസ്യത്തിന്റെയും പരസ്യത്തിന്റെയും രേഖകൾ തമ്മിൽ എത്ര വിദൂരമാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് പരസ്യപ്പെടുത്തുകയും ആരും അറിയാതെ രഹസ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ആ നിലവാരം തമ്മിൽ എത്ര അകലമാണുള്ളത്. രാവും പകലും പോലെയുള്ള വ്യത്യാസം. കുല്ലമാ കുൻത കാതിമൻ അമലക് കാന ഹാദാ അഹ്ഫദു ലി അജ്രിക്. നീ എത്രത്തോളം നിന്റെ അമലുകളെ രഹസ്യമാക്കി വെക്കുന്നോ, മൂടി വെക്കുന്നോ, നിന്റെ നന്മകളെ നീ ആരെയും അറിയിക്കാതെ വെക്കുന്നോ, അത്രത്തോളം നിനക്ക് അള്ളാഹുവിന്റെ കൂലി കൂടുതൽ കിട്ടും. മറിച്ച് പരസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അമലൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ എന്തില്ല, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളി വരുന്നില്ല, അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അത് ശറഅ് പരസ്യമായി ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. ഹജ്ജ്, നമ്മുടെ നാട്ടിൽ ഹജ്ജ് ചെയ്യാൻ പറ്റും, അത് മക്കത്ത് ഹറമിൽ പോയി ചെയ്യണം. അപ്പോ ശറഇൽ പ്രത്യേകം പരസ്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ജമാഅത്തുകൾ, ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾ, ഇതെന്ത് ചെയ്യണം? പരസ്യമായി തന്നെ ചെയ്യണം. അതല്ലാത്ത നന്മകൾ പരമാവധി നമ്മൾ മൂടിവെക്കുകയാണ് വേണ്ടത്. ഏതുപോലെ പണ്ഡിതന്മാർ പറയുന്നു, ഫൽ അസ്ലു ഹുവ അന്നക കമാ തകൂനു ഹരീസൻ അലാ അൻ തക്തുമ സയ്യിആതിക് വതസ്തുർ നഫ്സക ഫകുൻ അയ്ളൻ ഹരീസൻ അലാ അൻ തക്തുമ ഹസനാതിക്. നീ ചെയ്യുന്ന തിന്മകൾ നീ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുമോ? നാലാളുകൾക്ക് മുമ്പിൽ പറഞ്ഞു വഷളാകാൻ നീ സ്വയം ആഗ്രഹിക്കുമോ? അതുപോലെ തന്നെയാണ് നീ ചെയ്യുന്ന നന്മകളും നീ മൂടിവെക്കണം. അത് തന്നെയാണ് അവിടെ അടിസ്ഥാനം എന്നാണ്. പരസ്യപ്പെടുത്താൻ എന്തെങ്കിലും മസ്ലഹത്തുണ്ടെങ്കിലല്ലാതെ അവിടെ പരസ്യപ്പെടുത്തരുത്. ഇപ്പൊ വീട്ടിലുള്ള വാപ്പ, വീട്ടിലെ രക്ഷിതാവ്, വീട്ടുടമസ്ഥൻ, അയാളൊരു നന്മ ചെയ്യുന്നത് വീട്ടുകാരതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ, പരിശീലിപ്പിക്കാൻ, മക്കളത് പഠിപ്പിക്കാനാണെങ്കിൽ, ആ മസ്ലഹത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ പരസ്യപ്പെടുത്താം, അവിടെ അത് ചെയ്യണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, മുതിർന്ന ആളുകൾ, ചെറിയ ആളുകൾക്ക് അവർ നന്മകൾ പ്രവർത്തിച്ച് മുന്നിൽ നടന്ന് മാതൃകയാകണം. ഉപദേശിക്കുന്നതിനും കൽപ്പിക്കുന്നതിനും വിലക്കുന്നതിനപ്പുറത്ത് ആ ഉപദേശിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുന്നിലുണ്ടെങ്കിൽ, പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം മുന്നിലുണ്ടെങ്കിൽ, അത് അവരെ മാതൃകാപരമായി പരിപാലിക്കാൻ ഏറ്റവും അടുത്ത മാർഗമാണ്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞു. ആ ബാബിൽ പണ്ഡിതന്മാർ അവിടെ നന്മകൾ സാധാരണക്കാരെ അറിയിക്കലുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പരിശോധിക്കണം, ഇതറിഞ്ഞ ആളുകൾ എന്നെ പുകഴ്ത്താനാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കൽബിന്റെ അവസ്ഥ നമുക്കറിയാം, അള്ളാഹുവിന് അതിലേറെ അറിയാം. അതുകൊണ്ട് ഞാനത് പരസ്യപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പൊ നമ്മുടെ നന്മകൾ തിന്മകൾ പോലെ നമ്മൾ എന്ത് ചെയ്യണം? മറച്ചു വെക്കണം. ഇതാണ് അമലുകൾക്ക് ശേഷം ഉണ്ടാകേണ്ടുന്ന ക്ഷമയിൽ രണ്ടാമത്തെ രൂപം. ഇനി നാലാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മസാഇൽ അർബഈൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞ ഈ 4 മസ്അലകളിൽ
നാലാമത്തെ കാര്യമാണ് നമ്മൾ വിശദീകരിച്ചത്. എന്താണത്? അസ്വബറു അലൽ അദാഫിഹി. അപ്പൊ ക്ഷമ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അറിവ് നേടാനും അമൽ ചെയ്യാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും അപാരമായ ക്ഷമ വേണം. ഇൽമ് നേടുന്നതിന് ക്ഷമ വേണം, അത് അമൽ ചെയ്യുന്നതിന് ക്ഷമ വേണം. നമ്മൾ പറഞ്ഞു, അമൽ ചെയ്യുന്നതിന് മുമ്പ്, അമൽ ചെയ്യുന്നതിനിടയിൽ, അമൽ ചെയ്തതിന് ശേഷം. ഇതിനേക്കാളേറെ ക്ഷമ വേണ്ടത് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്, ആളുകളെ അതിലേക്ക് ക്ഷണിക്കുമ്പോഴാണ്. നമ്മൾ മനസ്സിലാക്കിയ പ്രവർത്തിക്കുന്ന ഹക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആളുകൾ മുഴുവൻ ചിലപ്പോൾ അതിനെതിരായിരിക്കും അവർ ജീവിക്കുന്നത്. അവർ മനസ്സിലാക്കിയ ദീൻ അതിന് നേരെതിരായിരിക്കും. അതുകൊണ്ട് ആളുകളോട് പറയുമ്പോൾ പുത്തൻവാദി, അതുപോലെ തന്നെ തീവ്രവാദി, പരിഷ്കാരത്തിനെതിരായവൻ, യാഥാസ്ഥികൻ, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്തവൻ, പുരോഗമനത്തിനെതിരായവൻ, ഇങ്ങനെ പല വാക്കുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കളിയാക്കലും ഒറ്റപ്പെടുത്തലും ചിലപ്പോ നമ്മുടെ ജീവൻ വരെ ഭീഷണിയിലാകുന്ന അവസ്ഥയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും. അവിടെയൊക്കെ നമുക്ക് ക്ഷമ അനിവാര്യമാണ്. ഈ ക്ഷമയില്ലാതെ ഈ 3 കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയാണ്, വദ്ദലീലു ഖൗലുഹു തആല. ഈ പറഞ്ഞ 4 കാര്യങ്ങൾക്കുള്ള തെളിവ് ഷെയ്ഖിന്റെ ചിന്തയാണോ, ഷെയ്ഖിന്റെ ഗവേഷണമാണോ, ഷെയ്ഖ് പടച്ചുണ്ടാക്കിയ പുതിയ നിയമമാണോ? ഇത് അല്ല, അള്ളാന്റെ വാക്കാണ് ഇതിനുള്ള തെളിവ്. ഇതാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ രീതി, ഇമാമിങ്ങളുടെ രീതി, ഹക്കിന്റെ വക്താക്കളുടെ രീതി. എന്തെങ്കിലും ദീനിലൊരു കാര്യം പറഞ്ഞാൽ അവിടെ തെളിവ് സ്ഥാപിക്കണം, തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയണം. അല്ലാതെ മൊല്ലാത്തക്ക് തോന്നിയതല്ല ദീനായി പറയേണ്ടത്, മൗലവിക്ക് തോന്നിയതല്ല ദീനായി പറയേണ്ടത്, ഉസ്താദ് മൊയ്ലേര് മൂപ്പർക്ക് തോന്നിയതല്ല ദീനായി പറയേണ്ടത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് നമുക്കുള്ള തെളിവ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കരങ്ങളിലൂടെ പൂർത്തിയാക്കിയ ദീൻ അത് തെളിവിന്റെ ദീനാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് റസൂലുള്ളാഹിയുടെ ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങിയ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ ആയത്ത്, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തിയായിരിക്കുന്നു. ആ പൂർത്തിയായ ദീനിലുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമായിരിക്കണം നമ്മൾ ദീനായി അംഗീകരിക്കേണ്ടത്, ദീനായി മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും ദീനാണ്, നന്മയാണ്, ദിക്റാണ്, സ്വലാത്താണ്, സൽക്കർമ്മമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കണം? തെളിവുണ്ടോ? എവിടെ നിങ്ങൾക്ക് ഇത് കിട്ടിയത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഡ്രസ്സുള്ള പരമ്പരയുള്ള സ്വഹീഹായ സ്ഥിരപ്പെട്ട ഹദീസിൽ ഇത് വന്നിട്ടുണ്ടോ? ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് മൊയ്ലമാര് പലതും പടച്ചോടും. സ്വഹീഹായ സനദുള്ള പരമ്പരയിൽ സ്ഥിരപ്പെട്ട ഹദീസിന് പിൻബലമുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇല്ലേ, ആയത്ത് ഹദീസൊന്നുമില്ല, നമ്മളെ മൊയ്ലേര് നമ്മളെ പള്ളിത്തെ ഉസ്താദ് പറഞ്ഞതാ, ലാ ഹാജത്ത് ലി, എനിക്കത് ആവശ്യമില്ല. കാരണം അള്ളാന്റെ ദീൻ പൂർത്തിയാക്കപ്പെട്ട ദീനാണ്. നിങ്ങളെ വക പുതുതൊന്നും അതിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൂർത്തിയായ ദീനിൽ തെളിവുള്ള സംഗതി മതി എന്ന് പറയാൻ നമുക്ക് സാമർഥ്യമുണ്ടാകണം. നമ്മുടെ ദീൻ അതിലേതൊരു ചെറിയ കാര്യമാണോ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണം. സലഫുകൾ ചിലർ പറഞ്ഞ പോലെ നിന്റെ തല ഉരയ്ക്കുന്നതിന് വരെ, നിന്റെ തല ഉരച്ച് കഴുകുന്നതിന് വരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നീ ആ തെളിവ് കണ്ടെത്തി. അതൊരു മുബാലഗയുടെ ബാക്കിൽ പറഞ്ഞതാണ്. ദീനിൽ എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും ശരി, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ പ്രവർത്തിക്കരുത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞ 4 കാര്യങ്ങൾ: ഇൽമുണ്ടാകണം, അമലുണ്ടാകണം, ക്ഷമിക്കണം, അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം, ആ മാർഗത്തിൽ ക്ഷമ അവലംബിക്കണം. ഈ 3 മാർഗങ്ങളിൽ ക്ഷമ അവലംബിക്കണം. ഇതിന് അദ്ദേഹം പറഞ്ഞ തെളിവ് എന്താണ്? സൂറത്തുൽ അസ്റാണ്. നമ്മൾ മഗ്രിബിന് ഓതി സൂറത്തുൽ അസ്റാണ് അതിനുള്ള തെളിവായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത്. സൂറത്തുൽ അസ്റിൽ എന്താണ് തെളിവ്? ഈ 4 കാര്യങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു വൽ അസ്ർ. സൂറത്തുൽ അസ്ർ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചത് കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ അസ്ർ, സൂറത്തുൽ അസ്റിൽ പറഞ്ഞ അസ്റിന്റെ അർത്ഥം എന്താണ് എന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു സമാൻ, കാലം, ദഹർ, കാലത്തിനാണ് ഇവിടെ അസ്ർ എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞ അസ്ർ നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞതെന്നുണ്ട്, അസ്റിന്റെ സമയത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. 3 അഭിപ്രായമുണ്ട്. അതിലേറ്റവും ശരിയായ അഭിപ്രായം കാലം എന്നാണ് ഇവിടെ പറഞ്ഞ അസ്റിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ പിടിച്ച് സത്യം ചെയ്തിരിക്കുകയാണ്.
അള്ളാഹു അവന്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യും. അള്ളാഹു സൂര്യനെ പിടിച്ച് വശംസി വല്ലുഹാഹ വൽ ഖമരി ഇദാ തലാഹ വദ്ദുഹ വല്ലൈലി ഇദാ സജ, രാത്രി പകൽ, സൂര്യൻ, വസ്സമാ വൽ അർദ്, ആകാശം, ഭൂമി, ഇതിനൊക്കെ പിടിച്ച് അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ സത്യം ചെയ്യാൻ പാടുണ്ടോ? അള്ളാഹ് സത്യം ചെയ്തല്ലേ. പിന്നെന്താ അള്ളാഹിന്റെ പടപ്പുകളെ കുറിച്ച് നമ്മൾ സത്യം ചെയ്താൽ ആകാശം തന്നെ സത്യം, ഭൂമി തന്നെ സത്യം, രാത്രി തന്നെ സത്യം, പകൽ തന്നെ സത്യം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. സത്യം ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ പലരും കേൾക്കാത്തൊരു ഹദീസുണ്ട്. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക് ഔ കഫർ. 2 റിവായത്തും വന്നിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവന്റെ വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്, കുഫ്റാണ്. ഈ ഹദീസ് നമ്മൾ വ്യാപകമായി കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് വന്നത് അറിയോ? മൻ ഹലഫ ബിഗൈരില്ലാഹ്, അത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. പക്ഷേ സ്വഹീഹുൽ ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ, സ്വഹീഹൈനിൽ ഒന്നുകിൽ സ്വഹീഹുൽ ബുഖാരി അതല്ലെങ്കിൽ സ്വഹീഹ് മുസ്ലിം, അതിൽ സ്ഥിരപ്പെട്ട സത്യം ചെയ്യുന്ന വിഷയത്തിൽ വന്ന പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. അറിയോ? മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാനെ പിടിച്ച് സത്യം ചെയ്യുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അള്ളാനെ പിടിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ മാത്രം സത്യം ചെയ്താൽ മതി, അല്ലാത്തൊരു സത്യം വേണ്ട. അല്ലാത്ത സത്യത്തിന് നിങ്ങൾ മുതിരുകയാണെങ്കിൽ ഫൽയസ്മുത്, നിങ്ങൾ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് സത്യം ചെയ്യുന്നുണ്ടോ മുസ്ലിം? ആരെ പിടിച്ചേ സത്യം ചെയ്യാവോ? അള്ളാനെ പിടിച്ചേ സത്യം ചെയ്യോ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക്, പടപ്പുകൾക്ക് അള്ളാഹുവിനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാവതുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യൽ ശിർക്കാണ്, വാക്കുകൊണ്ട് സംഭവിക്കുന്ന ശിർക്കാണ്, കുഫ്റാണ്. ശരി, സൂറത്തുൽ അസ്റിൽ ഒരു 10 മിനിറ്റും കൂടി എടുത്തൂടെ? ഒരു 10 മിനിറ്റ് ബന്ധിപ്പിക്കുന്ന പ്രയാസമുണ്ടോ? നമുക്കിത് പൂർത്തിയാക്കിയിട്ട് സ്കാരം തുടങ്ങാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ അസ്റിൽ ഈ 4 കാര്യങ്ങൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തെളിവുണ്ടെന്നാണ് പറയുന്നത്. വൽ അസ്ർ എന്താണ് അർത്ഥം? കാലം തന്നെയാണ് സത്യം. എന്താണ് കാലം തന്നെയാണ് സത്യം? കാലത്തിന്റെ അത്ഭുതം എന്താണ്? കാലം എന്നതൊരു അത്ഭുത പ്രതിഭാസമാണ്. കഴിഞ്ഞ കാര്യവും വരാനിരിക്കുന്ന കാര്യവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും സംഭവിക്കുന്ന, ആളുകൾ ജീവിക്കുന്ന, മരിക്കുന്ന, പ്രവർത്തിക്കുന്ന, നിഷ്ക്രിയരാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാലം എന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി പ്രതിഭാസമുള്ളത് കൊണ്ടാണ്. ഈ കാലം എന്നൊരു സംഗതി ഇല്ല എന്ന് ആരെങ്കിലും നിഷേധിക്കുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ സത്യങ്ങളൊക്കെ ഖുർആനിൽ അങ്ങനെയാണ്. ഒരു പടപ്പിനും അള്ളാഹനെ വരെ കളവാക്കുന്ന, നിഷേധിക്കുന്ന ഒരു മനുഷ്യനും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അള്ളാഹു സത്യമായി കൊണ്ടുവരുന്നത്. കാലമെന്ന സംഭവത്തെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ഒരു നിരീശ്വരവാദി ഉണ്ടാവില്ല. എങ്കിൽ നിരീശ്വരവാദികളെ നിങ്ങൾ അറിയൂ, കാലമെന്ന സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ കാലത്തെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്നു. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരായി പിറന്നവരൊക്കെ തീരാ നഷ്ടത്തിലാണ്. അതിനേക്കാൾ വലിയ സത്യം, അല്ലെങ്കിൽ അതുപോലെ മഹാസത്യം, അതാണ് പിന്നെ ഖുർആനിലുടനീളം അള്ളാഹു പറയുന്നത്. കാലം, ഇതുപോലെയുള്ള സത്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു ഖുർആനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സത്യമാണ്. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അറിയണം എന്ന് ഖുർആനിലെ ആയത്തുകളിലൂടെ അള്ളാഹു അത് വായിക്കുന്നവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ കാലം തന്നെയാണ് സത്യം. എന്നിട്ട് അള്ളാഹു പറയണത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ തീരാന്ന്. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് മാത്രമേ അതിനർത്ഥം നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റൂ. പക്ഷേ ആ പ്രയോഗത്തിൽ അറബി എല്ലാ മനുഷ്യന്മാരും, അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ എന്നാണ് അർത്ഥം, അല്ലെ? അന്നാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാർ, ജനങ്ങൾ. ഉനാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ഇവിടെ ഏകവചനമായി ഒരു മനുഷ്യൻ എന്നാണ് ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചത്. പക്ഷേ ആ ഇൻസാനും ഒരു അലിഫ്ലാമുണ്ട്. ഇന്നൽ ഇൻസാൻ, അൽ ഇൻസാൻ എന്നാണ് പറഞ്ഞത്. ആ പ്രയോഗത്തിന്റെ അർത്ഥം മനുഷ്യവർഗം മുഴുവനോട് ഉൾപ്പെട്ടു എന്നാണ്. മനുഷ്യനായി പിറന്നവരൊക്കെ അതിൽ ഉൾപ്പെട്ടു. എല്ലാ മനുഷ്യന്മാരും ലഫീ ഖുസ്ർ, തീരാ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്, ഖേദത്തിലാണ്. അത് ദുനിയാവിലാകട്ടെ നാളെ ആഖിറത്തിലാകട്ടെ. പക്ഷേ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ തീരാ നഷ്ടത്തിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നവരുണ്ട്. അവർക്ക് 4 വിശേഷണങ്ങളുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നത്. ഈ തീരാ നഷ്ടത്തിൽ അകപ്പെടാത്ത മനുഷ്യരുടെ 4 വിശേഷണങ്ങൾ. ഒന്ന്, ഇല്ലല്ലദീന ആമനു, അവർ ഈമാനുള്ളവരായിരിക്കും. ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞിടത്താണ് നമുക്ക് ഇതിൽ ഒന്നാമത്തെ മസലക്കുള്ള തെളിവ്. എന്താണ് ഒന്നാമത്തെ മസല? അറിവുണ്ടായിരിക്കണം. ഇവിടെ ഈമാൻ ഉണ്ടായിരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എങ്ങനെ തെളിവാവാ?
വൈരുദ്ധ്യമായല്ലോ. ഈമാൻ ഉണ്ടാവണം എന്നാണല്ലോ പറഞ്ഞത്. ഷെയ്ഖ് പറഞ്ഞത് ഇൽമുണ്ടാകണം എന്നാണ്. കൂട്ടരെ, ഒരു കാര്യത്തിൽ നമുക്ക് ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഇൽമുണ്ടാവണ്ടേ? നമുക്കറിവില്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് വിവരമില്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? സത്യപ്പെടുത്തുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവൻ എങ്ങനെ അള്ളാഹു ഈമാൻ ഉണ്ടാകുക? അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അറിയാത്തവൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഈമാൻ ഉണ്ടാകുക? അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾക്ക് ഈമാൻ ഉണ്ടാകണമെങ്കിൽ അതവൻ പഠിക്കണം. അതുകൊണ്ട് ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഇൽമ് അനിവാര്യമാണ്. അൽ ഇൽമു ലാസിമുൻ ലിൽ ഈമാൻ, പണ്ഡിതന്മാർ പറയുന്നു. ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഇൽമ് അനിവാര്യമാണ്. അതുകൊണ്ട് ഇൽമ് നേടി ഈമാനാക്കിയവരൊഴികെ, അതാണ് അവർ ഒന്നാമത്തെ വിശേഷണം. ഇൽമ് അവിടെ പോയി. അപ്പൊ ഇൽമിനുള്ള തെളിവ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. രണ്ടാമത്തെ കാര്യം സൽക്കർമ്മങ്ങൾ, സ്വാലിഹായ അമലുകൾ അനുഷ്ഠിച്ചവരും ഒഴികെ. അവിടെ എന്തുപോയി? അൽ അമലു ബിഹി, അറിവ് നേടി പ്രവർത്തിക്കണം. അറിവ് നേടി ഈമാനാക്കണം. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അത് സൽക്കർമ്മങ്ങളായി പ്രവർത്തിക്കണം. ഒരു അമൽ എപ്പോഴാണ് സ്വാലിഹാകുക? സൽക്കർമ്മമാകുക. എങ്ങനെയെങ്കിലും അമലെടുക്കുക. ഇല്ലല്ലദീന അമിലൂന്നല്ല പറഞ്ഞത്, വഅമിലു സ്വാലിഹാത്ത് എന്നാണ് പറഞ്ഞത്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. എങ്ങനെ ഒരു അമൽ സ്വാലിഹാകുക? നമ്മൾ നേരത്തെ പറഞ്ഞു, അമൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യണം. ഇഖ്ലാസ് ഉണ്ടാകണം. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച പോലെ ചെയ്യണം. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതാണ് അൽ അമലു ബിഹി എന്നതിനുള്ള തെളിവ്. മൂന്നാമതായി വതവാസൗ ബി അൽ ഹഖ്, ഹക്ക്, സത്യം പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ. അവിടെ എന്തുപോയി? അദ്ദഅവതു ഇലൈഹി, ഇൽമ് നേടി നമ്മൾ അമലാക്കിയ കാര്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതാണ് ഹക്ക്. നമ്മൾ അള്ളാഹിന്റെ ദീൻ ശരിക്കും പഠിക്കുന്നു, സൽക്കർമ്മമായി പ്രവർത്തിക്കുന്നു. അതാണ് ഹക്ക്, അതാണ് സത്യം. ആ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. വതവാസൗ ബിൽ ഹഖ്, അദ്ദഅവതു ഇലൈഹി എന്നുള്ള തെളിവ് അതാണ്. നാലാമതായി അസ്സബ്റു അലൽ അദാ ഫീഹി, ആ മാർഗത്തിലുടനീളം ക്ഷമ അവലംബിക്കണം. അതാണ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 4 മസലകൾക്കുള്ള തെളിവ് സൂറത്തുൽ അസ്റിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഉൾക്കൊള്ളുന്നതായി നമ്മളെ അറിയിച്ചു. വദ്ദലീലു ഖൗലുഹു തആല വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി വിശദീകരണം നമുക്ക് അടുത്ത ആഴ്ച നിർവഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.